പ്രിയപ്പെട്ട ഡോക്ടർമാരെ, വിദ്യാർത്ഥികളെ, റൂബ്രിക്കുകളുടെ അപഗ്രഥനം, ഡീകോഡിംഗ് ദി റൂബ്രിക്സ്, അതിൻ്റെ 10ാം ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. പുതുതലമുറ ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും റെപ്പർട്ടറിയുടെ അനന്തമായ സാധ്യതകൾ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ തുടങ്ങിയ ഈ പരമ്പര ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ നൽകിയ ഫീഡ്ബാക്കുകളെ അടിസ്ഥാനമാക്കിയാണ് 10ാമത്തെ എപ്പിസോഡും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണയായി നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ രോഗികൾ പറയുന്ന കാര്യങ്ങൾ, മെൻ്റൽ സിംറ്റംസ്, ഫിസിക്കൽ സിംറ്റംസ്, പർട്ടിക്കുലേഴ്സ് എന്നിവ എങ്ങനെ ഫലപ്രദമായ രീതിയിൽ, കൃത്യമായ രീതിയിൽ റെപ്പർട്ടറിയുടെ അല്ലെങ്കിൽ മെറ്റീരിയ മെഡിക്കയുടെ ലാംഗ്വേജിലേക്ക് മാറ്റാമെന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി കുറച്ച് നല്ല ജീവിത സാഹചര്യങ്ങൾ, രോഗികൾ പറയുന്ന സിംറ്റംസ് ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഡോക്ടറെ, തല വിറയ്ക്കുന്ന പോലെ തോന്നുന്നു, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വിറയലൊന്നും കാണുന്നുമില്ല. പേഷ്യൻറ്റിന് അത് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ജെർക്കിങ്. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് വിറയലൊന്നും കാണുന്നുമില്ല എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ റൂബ്രിക് വരുന്നത് ഡെലൂഷൻ ഹെഡ് ഷേക്കിംഗ് ദി ഹെഡ്, തല ഷേക്ക് ചെയ്യുന്ന പോലെ തോന്നുന്നു. അനദർ റൂബ്രിക് ഇൻ ദി ചാപ്റ്റർ ഹെഡ് ഷേക്കിംഗ് സെൻസേഷൻ. ക്ലിനിക്കിൽ വന്ന രോഗി ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ കാരണം പറയുന്നത് എൻ്റെ തൊണ്ട അല്ലെങ്കിൽ കണ്ണ് എന്നിവ വരണ്ട പോലെ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇടയ്ക്കിടെ വെള്ളം കുടിക്കേണ്ടി വരുന്നത്. പേഷ്യൻറ്റിൻ്റെ ഷുഗർ ലെവലൊക്കെ നോർമലാണ്, പക്ഷെ കണ്ണ്, തൊണ്ട, മൂക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് വരുന്നത്. അതിൻ്റെ റൂബ്രിക് വരുന്നത് ജനറൽസിൽ ഡ്രൈ സെൻസേഷൻ ആൻഡ് ജനറൽസ് ഡ്രൈനെസ് ഓഫ് ദി ഇൻറ്റേർണൽ പാർട്സ്. ഈ 2 റൂബ്രിക്കാണ് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നത്. എന്നും വൈകി മാത്രം ക്ലിനിക്കിൽ വരുന്ന രോഗി, ഒരു ക്ലിനിക്കിൽ എന്ന് മാത്രമല്ല അവരുടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ലേറ്റായിട്ട് മാത്രം വരുന്ന പ്രകൃതമുള്ള ആൾക്കാരാണ്. അതിന് മൈൻഡ് ചാപ്റ്ററിൽ റൂബ്രിക് കൊടുത്തിരിക്കുന്നത് ലേറ്റ്, ആൾവേസ്, ആൾവേസ് ലേറ്റ്. അവൾക്ക് ഭർത്താവ് ഇല്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല ഡോക്ടറെ. എന്ത് കാര്യത്തിനും ഭർത്താവിൻ്റെ സഹായം വേണം. ഇപ്പോൾ കുട്ടിക്കാണെങ്കിൽ എന്ത് കാര്യത്തിലും അമ്മയുടെ സഹായം വേണം, അല്ലെങ്കിൽ അച്ഛൻ്റെ സഹായം വേണം. അപ്പോൾ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രകൃതമുള്ള ആൾക്കാർ. ഡിപ്പെൻഡൻറ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് റെപ്പർട്ടറിയിൽ ഒരു റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. ദെൻ സിന്തസിസ് റെപ്പർട്ടറിയിൽ കംപ്ലൈ ടു ദി വിഷസ് ഓഫ് അതേഴ്സ്. ആൻഡ് ദി തേർഡ് റൂബ്രിക് ഡിപ്പെൻഡൻറ്റ് ഓൺ അതേഴ്സ്. എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ തെറ്റുകൾ ശരിയാക്കുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. അതിൻ്റെ റൂബ്രിക് വരുന്നത് റെക്ടിഫൈ ഡിസയർ ടു എന്നുള്ളത്. റെക്ടിഫൈ ഡിസയർ ടു. MBAക്ക് പഠിക്കുന്ന കുട്ടിയാണ്, എന്നാലും ഈ ടോയ്സ്, ബസ്സുകളാണ് വലിയ താല്പര്യം. അത് ഒരുപാടെണ്ണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഡ്രൈവർ ആവണമെന്നതാണ് ആഗ്രഹം. വേറൊരു എയിമും അവനില്ല. ഈ ബസ്സിൻ്റെ ടോയ്സ് അത് വാങ്ങിക്കൂട്ടുക, ഭാവിയിൽ ഡ്രൈവർ ആവണം എന്നുള്ള ആ ഒരു എയിമിൽ മാത്രമാണ് പോകുന്നത്. അവൻ പഠിക്കുന്നത് MBAക്ക് ആണെങ്കിൽ പോലും. അപ്പോൾ അതിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന റൂബ്രിക് ഒന്ന് മോണോമാനിയ എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ കുട്ടികൾ മുഴുവൻ സമയം, ഏത് സമയത്ത് അവന് മൊബൈലാണ് കളി എന്ന് പറയാറില്ല, അങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ ഈ മോണോമാനിയ എന്നുള്ള റൂബ്രിക് വർക്കൗട്ട് ചെയ്യുക. ദെൻ ഡ്രൈവിംഗ് ഡിസയർ ഫോർ, ഡ്രൈവിംഗ് കാർ ഡിസയർ ഫോർ കംപ്ലീറ്റ് റെപ്പർട്ടറിയിൽ കൊടുത്തിരിക്കുന്ന റൂബ്രിക്കാണ്. എപ്പോഴും വണ്ടി ഓടിക്കുക, ഡ്രൈവർ ആവുക എന്നുള്ളത് മാത്രമാണ് അവൻ്റെ ഉത്കടമായിട്ടുള്ള ഒരു ആഗ്രഹം. അവൾ പല പുരുഷന്മാരുമായും ബന്ധം സ്ഥാപിക്കുന്നു, എന്നാൽ ആ പുരുഷന്മാർക്ക് തൊട്ട് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പർപ്പസ്ഫുള്ളി ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന്, അട്രാക്റ്റ് ചെയ്യുന്നതിനാണ് കൊക്കറ്റിഷ് എന്നുള്ള റൂബ്രിക് വർക്കൗട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ റൂബ്രിക് ഡെസീറ്റ്ഫുൾ, മറ്റുള്ളവരെ കരുതി കൂട്ടി ചതിക്കുന്നതിന്. വീട്ടുജോലി ഞാൻ ചെയ്താൽ തന്നെ ശരിയാവുള്ളൂ. ഇപ്പോൾ ഉംറക്ക് അല്ലെങ്കിൽ ഹജ്ജിന് പോകാനുള്ളൊരു അവസരം കിട്ടിയിട്ട് അതിന് പോലും, ആ സമയത്ത് പോലും വീട്ടിൽ നിന്ന് മാറി നിൽക്കില്ല. ഞാൻ ചെയ്താൽ തന്നെ അത് ശരിയാവുള്ളൂ.
ഫുൾ ടൈം വീട്ടുജോലികളിൽ ഇരിക്കുന്ന പ്രകൃതമുള്ള ആൾക്കാർ, അത് ഞാൻ തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്താൽ അത് അത്ര വൃത്തിയാവില്ല, ശരിയാവില്ല എന്നുള്ളൊരു തോന്നലാണ്. ഇൻഡസ്ട്രിയസ് ഹൗസ് ഹോൾഡ് അഫയേഴ്സ്, ദാറ്റ്സ് വൺ റൂബ്രിക്. ഇൻഡസ്ട്രിയസ് ഹൗസ് ഹോൾഡ് അഫയേഴ്സ്. അതേപോലെ കംപ്ലീറ്റ് റെപ്പർട്ടറിയിൽ റൂബ്രിക് കൊടുത്തിരിക്കുന്നത് ആങ്സൈറ്റി ഹൗസ് ഹോൾഡ് അഫയേഴ്സ് അബൌട്ട്. വീട്ടുകാര്യങ്ങളെ പറ്റിയിട്ട് വല്ലാത്ത ആദിയാണ്. അതെന്തായിപ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അത് നടക്കുമോ, അല്ലെങ്കിൽ അത് വൃത്തിയാക്കിയിട്ടുണ്ടാവോ, ഇങ്ങനെയുള്ള ചിന്തകളാണ് എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവുക. പുതിയ മരുമകൾ വന്നത് മുതൽ അവൾക്ക് എന്നും അസുഖമാണ്. ആദ്യത്തെ മരുമകളുടെ കാര്യമാണ് പറയുന്നത്. പുതുതായിട്ടൊരു മരുമകൾ കയറി വന്നതോടുകൂടി ഇവൾക്ക് എന്നും അസുഖമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം ബേസിക്കലി ജലസിയാണ്. ജലസി അപ്രീഷിയേറ്റ് എനിത്തിങ്, ഡിസയർ ദാറ്റ് അതേഴ്സ് ഷാൽ നോട്ട്. പുതുതായിട്ട് വന്ന മരുമകളെ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. അപ്പം അത് മാസ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇല്ലാത്ത അസുഖങ്ങളും ഞാൻ ഉണ്ട് എന്ന് പറയുന്നത്. Another rubric, jealousy, value or appreciate anything, desire that others shall not. മറ്റൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാ പരിപാടികളിലും അവൾ തല കറങ്ങി വീഴും. വീട്ടിലെന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, പുറത്തെന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, കുടുംബത്തിലെ ഫംഗ്ഷനിലാണെങ്കിലും അവൾ തല കറങ്ങി വീഴും. ആരെങ്കിലും ഒന്ന് തലോടിയിട്ട് സാരമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന 2-3 റൂബ്രിക്കുകളിൽ ഒന്ന് ഫീലിംഗ് സിക്ക് ടു ബി എന്നുള്ളതാണ്. ഇല്ലാത്ത അസുഖമുണ്ട് എന്ന് അഭിനയിക്കുക. ദെൻ സെക്കൻഡ് വൺ, അറ്റൻഷൻ ഡിസയർ ടു ബി, മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുക. ആൻഡ് ദി തേർഡ് വൺ, ഹിസ്റ്റീരിയ. ആൻഡ് ദി ഫോർത്ത് വൺ, മാഗ്നറ്റൈസ്ഡ് ഡിസയർ ടു ബി. ഒന്ന് തലോടാൻ, ഒരു സ്പർശം, മാഗ്നറ്റൈസ്ഡ് ഡിസയർ ടു ബി. കളവാണ് പറയുന്നതെങ്കിലും അത് സ്ഥാപിച്ചെടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും ഇവർക്ക് വല്ലാത്തൊരു കഴിവാണ്. പറയുന്നത് കളവായിരിക്കും, പക്ഷെ അത് അവർ സ്ഥാപിച്ചെടുക്കും. അതേപോലെ ആ തീരുമാനത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ 2-3 റൂബ്രിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്, ഒന്ന് പോസിറ്റീവ്നെസ് എന്നുള്ളതാണ്. ഈ പോസിറ്റീവ്നെസ് എന്നുള്ള റൂബ്രിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കല്ല കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഈ രീതിയിൽ കളവ് പറഞ്ഞ് അത് സ്ഥാപിച്ചെടുക്കുന്നതിനെ ആണ് പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് ആൾവേസ് ക്ലെയിംസ് ടു ബി, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, അത് ക്ലെയിം ചെയ്യും. ആൻഡ് തേർഡ് വൺ, പെർട്ടിനാസിറ്റി, ഒരു തീരുമാനം എടുത്താൽ അത് തെറ്റായ തീരുമാനം ആണെങ്കിൽ പോലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിനാണ് പെർട്ടിനാസിറ്റി എന്ന് പറയുന്നത്. ഞാൻ കൊടുത്ത മരുന്ന് ആന്റിഡോട്ട് ചെയ്തു പോകുമോ എന്ന പേടിയാണ്. ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തു, ആ മെഡിസിൻ ഇതിനു മുമ്പ് കൊടുത്ത മെഡിസിൻ ആന്റിഡോട്ട് ചെയ്തു പോകുമോ എന്നൊരു പേടി. അതിൻ്റെ റൂബ്രിക്ക് കൊടുത്തിരിക്കുന്നത് ഫിയർ എന്നുള്ള റൂബ്രിക്കിന്റെ താഴെ ആന്റിഡോട്ടിങ് ഹിസ് ഹോമിയോപ്പതിക് റെമഡീസ് ഓഫ്. ഡോക്ടേഴ്സിന് പറ്റിയ റൂബ്രിക്കാണ് ആന്റിഡോട്ടിങ് ഹിസ് ഹോമിയോപ്പതിക് റെമഡീസ് ഓഫ്. ഡോക്ടറെ വിചാരിക്കുന്ന അത്ര സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വിചാരിക്കുന്ന അത്ര സ്പീഡിൽ ഓഫീസ് വർക്കാണെങ്കിലും വീട്ടുജോലിയാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പേഷ്യൻ്റ് പറയുമ്പോൾ, ഹറി മൂവ്മെന്റ്സ് ഇൻ ഫാസ്റ്റ് ഇനഫ് cannot do things. Hurry movements in fast enough cannot do things. ഡോക്ടറെ, പ്രേമനൈരാശ്യത്തിന് ശേഷം ഉറക്കം കിട്ടുന്നില്ല. ഒരു ലവ് അഫെയർ, ഇത് ഫെയിലിയർ ആയിപ്പോയി. അതിനുശേഷം പിന്നെ തീരെ ഉറക്കം ശരിയാവുന്നില്ല. സ്ലീപ്ലെസ്നെസ്, ലവ് ഡിസപ്പോയിന്റഡ് ഫ്രം. സ്ലീപ്ലെസ്നെസ്, ലവ് ഡിസപ്പോയിന്റഡ് ഫ്രം. ഡോക്ടർ, അവൻ രാത്രി ഉറങ്ങില്ല, പകൽ ഉറങ്ങുന്നാ പറയുന്നത്. രാത്രി കുട്ടി തീരെ ഉറങ്ങില്ല, പകൽ നന്നായിട്ട് ഉറങ്ങും. സ്ലീപ്ലെസ്നെസ് നൈറ്റ്, സ്ലീപ്സ് ബൈ ഡേ. സ്ലീപ്ലെസ്നെസ് നൈറ്റ്, സ്ലീപ്സ് ബൈ ഡേ. ദാറ്റ്സ് റൂബ്രിക്. ഡോക്ടർ, ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ വല്ലാത്ത ടെൻഷനാണെന്നോ? ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ വല്ലാത്ത ടെൻഷനും ബേജാറുമാണ്. മൈൻഡിൽ ആങ്സൈറ്റി, സ്ലീപ്പ്, ലോസ് ഓഫ് സ്ലീപ്പ് ഫ്രം. അവർക്ക് ഉറക്കത്തിൻ്റെ മുകളിലാണ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. ബാക്കിയൊരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റില്ല, ശരിയായിട്ടുള്ളൊരു ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ. മൈൻഡ് ആങ്സൈറ്റി, സ്ലീപ്പ്, ലോസ് ഓഫ് സ്ലീപ്പ് ഫ്രം. ഡോക്ടറെ, രക്തം കണ്ടാൽ അവൾ തല കറങ്ങി വീഴും. ബ്ലഡ് കണ്ടാൽ അപ്പോൾ തലകറക്കം വരുമെന്നുള്ളതാണ്. ഇപ്പോൾ ജനറൽ ചാപ്റ്ററിൽ ഫെയിൻറ്റ്നെസ്, ബ്ലഡ് അറ്റ് സൈറ്റ് ഓഫ്. ആൻഡ് ഇൻ ദി ചാപ്റ്റർ മൈൻഡ്, അൺകോൺഷ്യസ്നെസ്, ബ്ലഡ് അറ്റ് സൈറ്റ് ഓഫ്. ഈ 2 റൂബ്രിക്കുകളാണ് അതിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. എപ്പോഴും കള്ളം പറയുന്ന പ്രകൃതമുള്ള ആൾക്കാർ, അത് കുട്ടികളാവാം മുതിർന്നവരാവാം, അവർക്ക് വർക്കൗട്ട് ചെയ്യുന്ന റൂബ്രിക്കാണ് ലയർ.
LIAR. വലത് കൈ കാണിക്കാൻ പറഞ്ഞാൽ കുട്ടി ഇടത് കൈ കാണിക്കുമെന്നുള്ളതാണ്. കുട്ടിയോട് വലത് ഭാഗം കാണിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞാൽ കുട്ടി ലെഫ്റ്റ് ഹാൻഡ് ആണ് കാണിക്കുക. അപ്പോൾ അതിൽ മൈൻഡിൽ മിസ്റ്റേക്സ് സൈഡ് അബൌട്ട് എന്നുള്ള റൂബ്രിക് ഉണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സിന്തസിസ് റെപ്പർട്ടറിയിലും കംപ്ലീറ്റ് റെപ്പർട്ടറിയിലും ആ റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. മുഖത്ത് വെള്ളം തെളിച്ചാൽ ബോധം തിരികെ കിട്ടുന്നു. ഇടയ്ക്കിടയ്ക്ക് ബോധം പോകും, പക്ഷെ മുഖത്ത് ലേശം വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ ആ ബോധം തിരികെ കിട്ടുമെന്നുള്ളതാണ്. അതിൻ്റെ റൂബ്രിക് ജനറൽ ചാപ്റ്ററിൽ ഫെയിൻറ്റ്നെസ്, വാട്ടർ ഓൺ ഹിം അമിലറേറ്റ്സ് ബൈ ഡാഷിംഗ് കോൾഡ്. ആൻഡ് ഇൻ ദി ചാപ്റ്റർ മൈൻഡ് അൺകോൺഷ്യസ്നെസ്, കോൾഡ് വാട്ടർ ഡാഷ്ഡ് ഇൻ ഫേസ് അമിലറേറ്റ്സ്. ആൻഡ് ദി തേർഡ് റൂബ്രിക് ജനറൽസ് ഫെയിൻറ്റ്നെസ് ട്രാൻസിയൻറ്റ്. ഈ 3 റൂബ്രിക്കാണ് ഈ കേസിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ഡോക്ടറെ, എന്നെ ഭർത്താവിൻ്റെ അച്ഛൻ ഒരു ലൈംഗികമായിട്ടുള്ള ചുവയോടുകൂടി കാണുന്നു. അങ്ങനെയുള്ള ചില ബിഹേവിയറുകൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. എനിക്കിപ്പം ആ അമ്മായിയപ്പനെ കാണുമ്പോൾ വല്ലാത്തൊരു ദേഷ്യവും വാശിയും സങ്കടവുമാണ്. അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ വല്ലാണ്ടൊരു ദേഷ്യം വരുന്നു, അതേപോലെ ഒരു വാശിയും സങ്കടവുമാണെന്നുള്ളതാണ്. ഇതെങ്ങനെ നമ്മൾ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യും? അതിനെടുക്കാവുന്ന റൂബ്രിക്കാണ് മൈൻഡിൽ എയിൽമെന്റ്സ് ഫ്രം അബ്യൂസ്ഡ് ആഫ്റ്റർ ബീയിങ് സെക്ഷുവലി. അബ്യൂസ്ഡ് ആഫ്റ്റർ ബീയിങ് സെക്ഷുവലി, ലൈംഗിക അതിക്രമത്തിന് ശേഷം വരുന്ന കടുത്ത അപമാനഭാരത്തിൽ നിന്ന് രക്ഷ നേടണം. ഞാൻ വല്ലാണ്ട് അപമാനിക്കപ്പെട്ടു. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു ബെസ്റ്റ് മെഡിസിനും കൂടിയാണ് കാർസിനോസിനം. ഹ്യൂമിലിയേറ്റഡ് ഫീലിംഗ് സെക്ഷൽ അബ്യൂസ് ആഫ്റ്റർ. ഹ്യൂമിലിയേറ്റഡ് ഫീലിംഗ് സെക്ഷൽ അബ്യൂസ് ആഫ്റ്റർ. അപ്പോൾ ഏത് തരം സെക്ഷൽ അബ്യൂസ് ഉണ്ടായാലും അതിൽ നിന്ന് വരുന്ന ഒരു വല്ലാത്ത അപമാനം, കടുത്ത അപമാന ഭാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കേസിലാണ് ഈ റൂബ്രിക് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ചെറുപ്പകാലത്തെ ബസ് ടിക്കറ്റ് അല്ലെങ്കിൽ സിനിമയ്ക്ക് പോയ ടിക്കറ്റ് എന്നിവ ഇപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നു. അങ്ങനത്തെ പ്രകൃതമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കൊച്ചുകുട്ടിയായ സമയത്തുള്ള കളിപ്പാട്ടങ്ങൾ, ഡ്രസ്സൊക്കെ ഇപ്പോഴും നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി എടുത്തു വെക്കുന്നു. സെന്റിമെന്റൽ എന്നാണ് അതിന് റൂബ്രിക് വർക്കൗട്ട് ചെയ്യേണ്ടത്. സെന്റിമെന്റൽ. ഇനി ഗൂഗിൾ പേഷ്യൻ്റ് എന്ന് പറയും. അതായത് അസുഖത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിൽ പരതി ആവശ്യമായ ലബോറട്ടറി പരിശോധനകളൊക്കെ നടത്തി വരുന്ന രോഗികൾ. ഇപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങനെയുണ്ട്. അവർ നെറ്റിൽ നോക്കിയിട്ട് എന്താണ് അസുഖം എന്നൊക്കെ ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള MRI, CT സ്കാനോ, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനോ എല്ലാം ചെയ്തിട്ടാണ് ഡോക്ടറെ അടുത്തേക്ക് വരിക. ഇനി ഡോക്ടർ മരുന്ന് തന്നാൽ മാത്രം മതി. ഇവരുടെ പരിപാടി ഏത് സമയത്തും ഇവരെ അസുഖം നെറ്റിൽ തിരയുകയാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന 2 റൂബ്രിക്കാണ്. ഒന്ന് ആങ്സൈറ്റി ഹെൽത്ത് അബൌട്ട് ഓൺ ഹെൽത്ത്, ആൻഡ് ദി സെക്കൻഡ് വൺ ആങ്സൈറ്റി ഹൈപ്പോകോൺട്രിയാക്കൽ. ദീസ് ആർ ദി 2 റൂബ്രിക് ഇൻ ദിസ് കേസ്. നിഗൂഢ ശാസ്ത്രത്തിൽ അയാൾക്ക് വലിയ താല്പര്യമാണ്. ദാറ്റ് മീൻസ് ഒക്കൾട്ട് സയൻസ് എന്നാണ് പറയാം. മൈൻഡിൽ ഇൻക്വിസിറ്റീവ് സയൻസ് ഇൻ ടു ഒക്കൾട്ട്, നിഗൂഢശാസ്ത്രം. എന്ത് പറഞ്ഞാലും അവസാന രാഷ്ട്രീയത്തിൽ എത്തുന്നുള്ള. കുടുംബകാര്യങ്ങൾ പറഞ്ഞാലും ഹോമിയോപ്പതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും നാട്ടിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവസാനം അത് രാഷ്ട്രീയത്തിലെ അവസാനിക്കുകയുള്ളൂ. അപ്പം അങ്ങനത്തെ എന്ത് പറഞ്ഞാലും പൊളിറ്റിക്സിൽ എത്തുന്ന ആൾക്കാർക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന റൂബ്രിക്കാണ് പൊളിറ്റിക്സ്. ഓക്യുപ്പൈഡ് വിത്ത് പൊളിറ്റിക്സ് ടു. ആൻഡ് സെക്കൻഡ് വൺ ഡിസ്കസ് പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് ഇൻക്ലൈൻ ടു. എന്ത് സംസാരത്തിലും അവസാനം അത് പൊളിറ്റിക്സിലെത്തും. ഡോക്ടറെ, എനിക്ക് പെട്ടെന്ന് അസുഖം മാറ്റിത്തരണേ. ഇതിങ്ങനെ പേഷ്യൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഡോക്ടർ ഇതൊന്ന് പെട്ടെന്ന് മാറ്റിത്തരണം കേട്ടോ എന്നുള്ളതാണ്. ഒരുപാട് കാലം പല ചികിത്സകളും നടത്തിയിട്ട് നമ്മുടെ അടുത്ത് വന്ന പേഷ്യൻ്റ് ആയിരിക്കും. പല ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചിട്ടുണ്ടാവും. എന്നാൽ പോലും നമ്മുടെ അടുത്ത് എത്തുമ്പോഴേക്കിന് വർഷങ്ങളോളം പഴക്കമുള്ള അസുഖമാണെങ്കിൽ പെട്ടെന്ന് അസുഖം മാറണം. ഡോക്ടർ എത്ര ദിവസം കഴിക്കേണ്ടി വരും, ഇത് പെട്ടെന്ന് ശരിയാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ഇംപേഷ്യൻസ്, ക്യൂർ ഹിം അറ്റ് വൺസ്, ഡോക്ടർ ഷുഡ്. ദാറ്റ്സ് എ സ്പെസിഫിക് ഗ്രൂപ്പ്. ഇംപേഷ്യൻസ്, അക്ഷമ, ക്യൂർ ഹിം അറ്റ് വൺസ്, ഡോക്ടർ ഷുഡ്. അസുഖം എന്താണെന്ന് അറിഞ്ഞാൽ കുഴപ്പമാവും ഡോക്ടറെ, അതുകൊണ്ട് ടെസ്റ്റുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അത് അറിഞ്ഞിട്ട് ഇനി ഒരു പ്രശ്നം വേണ്ട. ഇതുവരെ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും ഉണ്ട് എന്ന് അറിഞ്ഞ് കൂടുതൽ പ്രശ്നമാവണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വർക്കൗട്ട് ചെയ്യാവുന്ന 2 റൂബ്രിക്ക്. ഒന്ന് ഇൻഡിഫറൻസ് ഇമ്പോർട്ടൻസ് തിങ്സ് ടു. ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സർജറി നടത്തുന്നത് വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ആൾക്കാർ ചെയ്യൂല. രണ്ടാമത്തത് റെഫ്യൂസിങ് ട്രീറ്റ്മെൻറ്റ് എവരി. എല്ലാ ചികിത്സകളും നിഷേധിക്കുന്ന പ്രകൃതമുള്ള ആൾക്കാർ. റെഫ്യൂസിങ് ട്രീറ്റ്മെൻറ്റ് എവരി.
കൗമാരക്കാരിയായ പെൺകുട്ടി പറയുന്നത് എന്നെ വീട്ടുകാർ വല്ലാണ്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ള. ആ പ്രായത്തിൽ പല കുട്ടികൾക്കും തോന്നുന്നതാണ്. പക്ഷെ അകാരണമായിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ എന്നെ വീട്ടുകാർ നിരീക്ഷിക്കുന്നു എന്നൊരു തോന്നൽ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന റൂബ്രിക്കാണ് ഡെലൂഷൻ വാച്ച്ഡ് ബീയിങ്. ഡെലൂഷൻ വാച്ച്ഡ് ബീയിങ്. ഡോക്ടറെ, ഒരു പച്ച ഇല അത് കഴിച്ചതിന് ശേഷമാണ് ഷുഗർ കുറഞ്ഞത്. മരുന്ന് കഴിച്ചിട്ട് വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. ഡോക്ടറുടെ മരുന്ന് കഴിച്ചിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു പച്ചില ഉണ്ടായിരുന്നു, നാട്ടുപുറത്തുള്ള ഒരാൾ പറഞ്ഞു അത് കഴിച്ചപ്പോഴാണ് ഷുഗർ കുറഞ്ഞത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ചികിത്സയിൽ അവർക്ക് തൃപ്തി ആയിട്ടില്ല എന്നുള്ളതാണ്. ഡിസ്കണ്ടന്റ്. ദാറ്റ്സ് എ റൂബ്രിക്. ജീവിതത്തിൽ ആദ്യം വാങ്ങിയ കാറ്, ആദ്യം താമസിച്ച വീട് എന്നിവ ഉപയോഗമില്ലെങ്കിലും ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നു. അതിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് അവർക്ക്. ആദ്യമായിട്ട് വാങ്ങിയ കാറ്, വാങ്ങിയ ബൈക്ക്, സൈക്കിള് അതൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നില്ലെങ്കിലും അവർ ഇപ്പോഴും ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. സെന്റിമെന്റൽ എന്നൊരു റൂബ്രിക് ഉണ്ട്. രണ്ടാമത്തെ റൂബ്രിക് അറ്റാച്ച്ഡ് വെരി. പല കാര്യത്തിലും അകാരണമായിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് വെരി. ഡോക്ടറെ, നന്നായിട്ട് ശരീരം അനങ്ങി ഒന്ന് ജോലി ചെയ്താൽ മനസ്സിനൊരു സുഖമാണ്. മനസ്സിന് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് നന്നായിട്ട് കുറച്ച് കൃഷിയോ മറ്റു കാര്യങ്ങളോ ശരീരം അനങ്ങിയിട്ടുള്ള ഒരു ജോലി ചെയ്യും. അപ്പോൾ എനിക്ക് നല്ലൊരു സുഖമാണ്. ജനറൽസ് എക്സേഷൻ ഫിസിക്കൽ അമിലറേറ്റ്സ്. ശരീരത്തിനും മനസ്സിനൊരു സുഖമാണ്. ജനറൽസ് എക്സേഷൻ ഫിസിക്കൽ അമിലറേറ്റ്സ്. ഡോക്ടറെ, വിയർത്താൽ നന്നായിട്ടൊന്ന് ജോലി ചെയ്യാം, മനസ്സിനൊരു സുഖമാണെന്നുള്ള. നന്നായിട്ടൊന്ന് വിയർത്താൽ തന്നെ മനസ്സിനൊരു സുഖമാണ്. ചിയർഫുൾ പെർസ്പിറേഷൻ ഡ്യൂറിങ്. ആൻഡ് ദി സെക്കൻഡ് വൺ, ക്ലാരിറ്റി ഓഫ് മൈൻഡ് പെർസ്പിറേഷൻ ഡ്യൂറിങ്. മനസ്സിന് നല്ലൊരു വ്യക്തത വരും ശരീരം വേർത്ത് കഴിഞ്ഞാൽ. ക്ലാരിറ്റി ഓഫ് മൈൻഡ് പെർസ്പിറേഷൻ ഡ്യൂറിങ്. സർജറി കഴിഞ്ഞ സ്ഥലത്ത് വസ്ത്രം തട്ടുമ്പോൾ പോലും വല്ലാത്ത വേദന. പക്ഷെ അമർത്തി പരിശോധിക്കുന്ന സമയത്ത് വേദനയില്ല. പേഷ്യന്റ് പറയുന്ന ഡോക്ടറോട്, ഡോക്ടറെ ഇവിടെ തൊടാൻ പോലും പറ്റുന്നില്ല, നമ്മളെ തൊടാനും സമ്മതിക്കില്ല. പക്ഷെ നമ്മളത് ശരിക്കും എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെ വേദന ഇട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ റൂബ്രിക് ജനറൽസ് ടച്ച് അഗ്രവേറ്റ്സ് സ്ലൈറ്റ് പ്രഷർ ബട്ട് ഹാർഡ് അമിലറേറ്റ്സ് എന്നുള്ളതാണ്. രണ്ടാമത്തെ റൂബ്രിക്കുള്ള ജനറൽ ചാപ്റ്ററിൽ തന്നെ പ്രഷർ സ്ലൈറ്റ് അഗ്രവേറ്റ്സ് ബട്ട് ഹാർഡ് പ്രഷർ അമിലറേറ്റ്സ് സിന്തസിസ് റിപ്പർട്ടറിൽ. അപ്പോൾ സിന്തസിസിലും കംപ്ലീറ്റിലും അതിന് റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. സ്ലൈറ്റ് ടച്ച് അഗ്രവേഷൻ ആണ്. അപ്പോൾ ഡ്രസ്സൊക്കെ തട്ടുമ്പോൾ വല്ലാണ്ട് പെയിൻ വരും. പക്ഷെ അമർത്തി നമ്മളത് പരിശോധിക്കുമ്പോൾ അവർക്ക് വേദനയൊട്ടും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. മുടി പറിക്കുന്ന രോഗം എന്ന് വെച്ചാൽ മുടിയുടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് മുടി ഇങ്ങനെ പറിച്ചെടുത്ത് വലിയൊരു ഏരിയയിൽ തന്നെ ബാൾഡ്നെസ് വന്നിട്ടുണ്ടാവും. അതൊരു അസുഖം കൂടെയാണ്. ട്രൈക്കോട്ടിലോമാനിയ എന്നാണ് അതിന് റൂബ്രിക് വർക്കൗട്ട് ചെയ്യുന്നത്. അതേപോലെ ഹെഡ് ഹെയർ പുൾസ് ഹെറോൺ. ഹെഡ് ഹെയർ പുൾസ് ഹെറോൺ. ദിസ് ആർ ദി ടു റൂബ്രിക്. ഒരു വീട് വാങ്ങി. അപ്പോൾ വാങ്ങിയ സ്ഥലം കച്ചവടമൊക്കെ നടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടുകാർ പറയുന്നത്, മുമ്പ് ഈ വീട് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നുകിൽ അപകടത്തിൽ പെടുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ ആണ് ഉണ്ടായിട്ടുള്ളത്. ഞാനതാകെ കുടുങ്ങിയ പോലെയായി വാങ്ങിയിട്ട്. ഇപ്പൊ അത് വിൽക്കാനും വയ്യ, വാങ്ങിയിട്ട് ഒരുപാട് പൈസക്ക് വാങ്ങിയതാണ്, ആകെ കുടുങ്ങിയ പോലെ ആയിപ്പോയി. എൻ്റെ റൂബ്രിക് ഡെലൂഷനില് ട്രാപ്ഡ് ഹീസ്. ഞാൻ ട്രാപ്പായിപ്പോയി അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നലാണ്. ഡെലൂഷൻ ട്രാപ്ഡ് ഹീ ഈസ്. ഒ പിയിൽ മുതിർന്ന ഡോക്ടർമാർ, സീനിയർ ഡോക്ടേഴ്സ് ഇല്ലാത്ത സമയത്ത് ജൂനിയർ ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് രോഗികൾ പറയും, ഡോക്ടറെ നിങ്ങൾ ആ സീനിയർ ഡോക്ടർ എഴുതുന്ന മരുന്ന് തന്നെ എഴുതുന്നാൽ മതി, അല്ലാണ്ട് നിങ്ങളിപ്പോൾ പരിശോധിച്ചിട്ട് എനിക്ക് വേറെ മരുന്നൊന്നും എഴുതി തരണ്ട, നിങ്ങൾക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ല എന്നാണ് മനസ്സിലവർ പറയുന്നത്. മറ്റേ ഡോക്ടർ തന്ന ആ മരുന്ന് തന്നെ എഴുതി തന്നാൽ മതി എന്നുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ചികിത്സയിൽ അവർക്ക് തൃപ്തിയില്ല അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ്. ഡിസ്കണ്ടന്റ്. ദാറ്റ്സ് റൂബ്രിക്. രാത്രി ഉറങ്ങുമ്പോൾ കാലിന് വല്ലാത്ത തണുപ്പാണ്. ഇത് പല പേഷ്യൻസും പറയാറുള്ളതാണ്. അവർ കാല് മാത്രം പുതച്ച് കിടക്കും. എക്സ്ട്രിമിറ്റീസ് കോൾഡ്നെസ് ഫുട്ട് നൈറ്റ് ബെഡിങ്. എക്സ്ട്രിമിറ്റീസ് കോൾഡ്നെസ് ഫുട്ട് നൈറ്റ് ബെഡിങ്. വിരലിന്റെ അറ്റം കറുത്തു പോകുന്നു ഡോക്ടറെ. എക്സ്ട്രിമിറ്റീസ് ഡിസ്കളറേഷൻ, ഫിംഗേഴ്സ് നെയിൽസ് ബ്ലാക്ക്. മേബി either nails or fingers. എക്സ്ട്രിമിറ്റീസ് ഡിസ്കളറേഷൻ. ഡോക്ടർ, നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടും ശരീരം വലിയുന്നു എന്നുള്ളതാണ് പരാതി. എൻ്റെ മോള് നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ശരീരം വലിഞ്ഞു വരികയാണ്. സ്റ്റൊമക് അപ്പറ്റൈറ്റ് റാവനസ് എമാസിയേഷൻ വിത്ത്.
ദാറ്റ്സ് റൂബ്രിക്. ഈ കേസിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ലബോറട്ടറി പരിശോധനകളൊക്കെ നടത്തണം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് തന്നെയാണ് റൂബ്രിക്കിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റൊമക് അപ്പറ്റൈറ്റ് റാവനസ് എമാസിയേഷൻ വിത്ത്. ശരീരത്തിലെ മടക്കുകളിൽ ചൊറിച്ചിൽ വരുന്നു എന്നുള്ളതാണ്. ഫോൾസ്. എക്സ്ട്രീമിറ്റീസ് ഇറപ്ഷൻ, ജോയിന്റ്സ് ബെൻഡ് ഓഫ്, ദാറ്റ്സ് റൂബ്രിക്. ദെൻ സ്കിൻ ഇറപ്ഷൻ, ഫോൾസ് ഓഫ് സ്കിൻ. ഈ 2 റൂബ്രിക്കുകളാണ് ഈ കേസിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. അറ്റോപിക് ഡെർമറ്റൈറ്റിസിനൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന 2 റൂബ്രിക്കാണിത്. ഛർദ്ദിച്ചാൽ തലവേദന കുറയുന്നു. മൈഗ്രെയിൻ ഹെഡേക്കിലാണ് സാധാരണ ഇങ്ങനെ പേഷ്യൻസ് പറയാറുള്ളത്. നന്നായിട്ടൊന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ തലവേദന കുറയും. ഹെഡ് പെയിൻ, വൊമിറ്റിംഗ്, അമിലറേറ്റ്സ്. അയാളുടെ ശരീരം ക്രമേണ തളർന്നു പോയതാണ്. പെട്ടെന്ന് തളർന്നതല്ല, കുറേശ്ശെ ആയിട്ട് അങ്ങനെ ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് തളർച്ച വന്നു എന്നുള്ളതാണ്. അപ്പോൾ ദി ജനറൽസിൽ പാരാലിസിസ് ഗ്രാജുവലി അപ്പിയറിംഗ്, ദാറ്റ്സ് റൂബ്രിക്. ഗ്രാജുവലി അപ്പിയറിംഗ്. പല്ലുവേദന ഉള്ളപ്പോൾ എന്തെങ്കിലും കട്ടിയുള്ള സാധനം കടിച്ചു പിടിച്ചാൽ വേദന കുറയുന്നു എന്നാണ് പേഷ്യന്റ് പറയുന്നത്. അപ്പൊ അതിന്റെ റൂബ്രിക്ക് ടീത്ത് ബൈറ്റ് വാണ്ട്സ് ടു ഓൺ സംതിങ് ഹാർഡ് ദാറ്റ് റിലീവ്സ് ദി പെയിൻ. ടീത്തിൽ ബൈറ്റ് വാണ്ട്സ് ടു ഓൺ സംതിങ് ഹാർഡ് ദാറ്റ് റിലീവ്സ് ദി പെയിൻ. ഡോക്ടറെ രാവിലെ ഒരു 11 മണിയാകുമ്പോഴേക്കും വയറാകെ കാലിയായിട്ട് വിശക്കുന്നു എന്നാണ് പറയുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ 11 മണിയാകുമ്പോഴേക്കും വയറ്റിൽ വല്ലാത്തൊരു കാളിച്ചയാണ്, ആകെ കാലിയായ പോലെ ഒരു പുകച്ചിലാണ്. സ്റ്റൊമക് എംപ്റ്റിനെസ് 11 AM. എംപ്റ്റി ഫീലിംഗ് ഇൻ ദി സ്റ്റൊമക് ബൈ 11 AM. ഡോക്ടറെ സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷം ബാക്കിൽ വല്ലാത്ത തളർച്ചയാണെന്നാണ് പറഞ്ഞത്. വീക്ക്നെസ് ഓഫ് ദി ബാക്ക് ആണ്. ബാക്ക് വീക്ക്നെസ് എമിഷൻ ഫ്രം. ബാക്ക് വീക്ക്നെസ് എമിഷൻ ഫ്രം. ദാറ്റ് ഇസ് റൂബ്രിക് ഫോർ ദി മെയിൽ പേഷ്യന്റ്. വയറ്റിൽ നിന്ന് പോകണമെന്ന് തോന്നും എപ്പോഴും, പക്ഷെ പോയിരുന്നാലോ ഒന്നോട്ട് പോവില്ല എന്നുള്ളതാണ്. റക്റ്റം കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റന്റ് ഡിസയർ. അവർക്ക് പോകണം എന്നുള്ള തോന്നൽ എപ്പോഴും ഉണ്ട്, പക്ഷെ പോയിരുന്നാലോ ശരിക്കും വയറ്റിൽ നിന്ന് പോവുകയില്ല. കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റന്റ് ഡിസയർ. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ തലവേദന കുറയണം. ഹെഡ് പെയിൻ, യൂറിനേഷൻ, പ്രൊഫ്യൂസ് അമിലറേറ്റ്സ്. നന്നായിട്ടൊന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഹെഡേക്ക് കുറയും. ഡോക്ടറെ അവൾ എപ്പോഴും ഇങ്ങനെ ദീർഘശ്വാസം എടുക്കുന്നു എന്ന് വെച്ചാൽ ശ്വാസം ഇങ്ങനെ വലിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫോഴ്സിൽ ഉള്ളോട്ട് ശ്വാസം എടുക്കുന്നുണ്ട്, അതേപോലെ പുറത്തേക്ക് വിടുകയും ചെയ്യും. മൈൻഡ് സൈങ് എന്ന റൂബ്രിക് ഉണ്ട്, അതേപോലെ റെസ്പിറേഷൻ സൈങ് എന്ന് പറഞ്ഞിട്ടും റൂബ്രിക് ഉണ്ട്. അപ്പോൾ മാനസികമായിട്ടുള്ള കംപ്ലൈൻസ് ആയിട്ട് അസോസിയേറ്റഡ് ആണെങ്കിൽ വി കൻ ടേക്ക് ദ റൂബ്രിക് മൈൻഡ് സൈങ്. ദീർഘശ്വാസം എടുക്കുക എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ നിന്നാൽ മാത്രമേ മൂത്രം ശരിക്ക് പോവുകയുള്ളൂ. ഇരുന്നിട്ട് മൂത്രം ഒഴിച്ചാൽ മുഴുവനായിട്ട് മൂത്രം പോവില്ല. Bladder urination can only pass urine while standing. Can only pass urine while standing. That's a rubric. ചൂട് കൂടുതലുള്ള സ്ഥലത്ത് എത്തിയാൽ തുമ്മൽ വരുന്നു. ചൂട് കൂടുതലുള്ള റൂമിലേക്ക് കയറിയാൽ അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം വല്ലാണ്ട് തുമ്മൽ വരുന്നു. നോസ് സ്നീസിങ് വാം റൂം ഇൻ. നോസ് സ്നീസിങ് വാം റൂം ഇൻ. മൈഗ്രെയിൻ ഉള്ളപ്പോൾ കാഴ്ച മങ്ങുന്നു. മൈഗ്രെയിൻ ഉള്ളപ്പോൾ കാഴ്ചക്ക് വല്ലാത്ത മങ്ങൽ വരുന്നു. അപ്പോൾ അതിന് 2 റൂബ്രിക്ക്. ഒന്ന് വിഷൻ ഫ്ലിക്കറിങ് ഹെഡേക്ക് വിത്ത് വിഷൻ ഡിം ഹെഡേക്ക് വിത്ത്. ഈ 2 റൂബ്രിക്കാണുള്ളത്. ഒന്ന് ഫ്ലിക്കറിങ് വിഷൻ, അനദർ വൺ ഡിം വിഷൻ ഹെഡേക്ക് വിത്ത്. അതിൽ ഹെഡേക്ക് ബിഫോർ, ഡ്യൂറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് സബ് റൂബ്രിക്സും കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ പല്ല് വന്ന ഉടനെ തന്നെ കേടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രീമച്വർ ഡീകേ ഓഫ് ടീത്ത് ഇൻ ചിൽഡ്രൻ, ദാറ്റ്സ് എ കണ്ടീഷൻ. ടീത്ത് കാരീസ് പ്രീമച്വർ ഇൻ ചിൽഡ്രൻ. ടീത്ത് കാരീസ് പ്രീമച്വർ ഇൻ ചിൽഡ്രൻ, ദാറ്റ്സ് എ റൂബ്രിക്. ഉറങ്ങുമ്പോൾ വായിൽ നിന്ന് ഉമിനീർ താഴോട്ട് ഒഴുകുന്നു. മൗത്ത് സലൈവേഷൻ സ്ലീപ്പ് ഡ്യൂറിങ്, ദാറ്റ്സ് എ റൂബ്രിക്. തൊലിക്കിടയിലൂടെ പുഴുക്കൾ ഇഴഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൊക്കൈൻ ബഗിന്റെ ഒരു സിംറ്റം ആണത്. തൊലിക്കടിയിലൂടെ എന്തോ സാധനം ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നു. റൂബ്രിക്ക് ജനറൽസിൽ വേംസ് അണ്ടർ ദി സ്കിൻ സെൻസേഷൻ ഓഫ്. കോക്ക ആൻഡ് കൊക്കൈൻ, ഈ 2 മെഡിസിനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. വേംസ് അണ്ടർ ദി സ്കിൻ സെൻസേഷൻ ഓഫ്. മാനസികമായിട്ടുള്ള രോഗത്തിന് അലോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന 55 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർ ഭംഗിയുള്ള ഡോക്ടർമാരെടുത്ത് മാത്രമേ മരുന്നിന് വരുള്ളൂ.
പോപ്പിയിലാണെങ്കിൽ നല്ല കാണാനൊക്കെ സുമുഖിയായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മാത്രമേ അവർ മരുന്നിന് വരുള്ളൂ. അവർക്കാണെങ്കിലോ ഞാനൊരു ചെറുപ്പക്കാരിയാണെന്നുള്ള തോന്നലാണ് ഇപ്പോഴും. കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, എന്നാലും പറയും എന്നെ കെട്ടാൻ നല്ല ആൾക്കാരൊക്കെ വരും കേട്ടോ, ഞാൻ നല്ല ഭംഗിയുള്ള കുട്ടിയല്ലേ എന്ന് പറയും. 55 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഡെലൂഷൻ ബ്യൂട്ടിഫുൾ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് വാണ്ട്സ് ടു ബി. എപ്പോഴും അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നടക്കുക, ഞാനൊരു വളരെ ഭംഗിയുള്ള കുട്ടിയാണ് എന്നുള്ളൊരു സ്ത്രീയാണെന്നുള്ള ഒരു തോന്നൽ. ഡെലൂഷൻ ബ്യൂട്ടിഫുൾ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് വാണ്ട്സ് ടു ബി. അനദർ റൂബ്രിക്, ഡെലൂഷൻ യങ്, ഷീ ഈസ് അഗെയിൻ യങ്. ഞാൻ ഭർത്താവിന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം നോക്കി നടത്തുന്നുണ്ട്. പക്ഷെ എന്നെ പറ്റി അദ്ദേഹം ആരോടെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷമായിരുന്നു എന്നുള്ളത്. അതായത് ഭർത്താവിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷെ ഭർത്താവ് സംതൃപ്തനാണ്, അല്ലെങ്കിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഒരാളോടെങ്കിലും അയാളൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിന് വലിയൊരു സന്തോഷമാവുമായിരുന്നു, അല്ലെങ്കിൽ തൃപ്തിയാവുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ റൂബ്രിക് അപ്രീസിയേഷൻ, ലോങ്ങിങ് ഫോർ, മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാകണമെന്നുള്ള വല്ലാത്തൊരു ആഗ്രഹം. ആൻഡ് ഡെലൂഷൻ, അപ്രീഷിയേറ്റഡ് ഷീ ഈസ് നോട്ട്, എന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോന്നൽ. ആൻഡ് ദി തേർഡ് വൺ, ലോങ്ങിങ്, ഡിസയർ ടു ഗെറ്റ് ഗുഡ് ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. ഗ്രേറ്റ് ഡിസയർ ടു ഗെറ്റ് ഗുഡ് ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. അവൻ ഇടത്തെ കയ്യനായിട്ടുള്ള കുട്ടിയാണ്, പക്ഷെ വലത്തെ കൈ കൊണ്ട് എഴുതാൻ നിർബന്ധിച്ചത് അവന് വലിയ മനോവിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ്. പല അമ്മമാരും ചെയ്യുന്നതാണ്. ലെഫ്റ്റ് ഹാൻഡ് കുട്ടികളെ നിർബന്ധപൂർവ്വം റൈറ്റ് ഹാൻഡോട് എഴുതാൻ പറയും, അല്ലെങ്കിൽ ആ റൈറ്റ് ഹാൻഡോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എയിൽമെന്റ്സ് ഫ്രം റൈറ്റിംഗ് ലെഫ്റ്റ് ഹാൻഡഡ്, സപ്രഷൻ ഓഫ്. ഇടത്തെ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ അവരെ സമ്മതിക്കൂല, ഇടത്തെ കൈ കൊണ്ട് എഴുതാനും സമ്മതിക്കൂല. അപ്പൊ അത് സപ്രസ് ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന എയിൽമെന്റ്സ് ഫ്രം റൈറ്റിംഗ് ലെഫ്റ്റ് ഹാൻഡഡ്, സപ്രഷൻ ഓഫ്. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും പുതുതായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുക എന്നുള്ളത് ഇത്തരം ആൾക്കാരുടെ ഒരു ഹാബിറ്റാണ്. മൈൻഡ് ന്യൂ, ഡിസയർ ടു ട്രൈ ന്യൂ തിങ്സ്. കംപ്ലീറ്റ് റെപ്പർട്ടറിയിലാണ് ആ റൂബ്രിക് കൊടുത്തിരിക്കുന്നത്. ഏമ്പക്കം വരുമ്പോൾ അത് മുറിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. മുഴുവനായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഇറക്ടേഷൻ, ഇൻഎഫക്ച്വൽ ആൻഡ് കംപ്ലീറ്റ്. ഇറക്ടേഷൻ, ഇൻഎഫക്ച്വൽ ആൻഡ് കംപ്ലീറ്റ്. എ സി ഉള്ള റൂമിൽ നിന്ന് ഇല്ലാത്ത റൂമിലേക്ക് പോകുമ്പോഴും, അല്ലെങ്കിൽ അകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോഴും തുമ്മൽ വരുന്നു എന്നുള്ളതാണ്. രോഗിയുടെ പരാതി അതാണ്. എ സി ഉള്ള റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എനിക്ക് തുമ്മൽ വരും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വെയിൽ കൊണ്ടുവന്ന് എ സി ഉള്ള റൂമിലേക്ക് കയറിയാൽ അപ്പോൾ തുമ്മൽ വരും. അപ്പം അതിന് വർക്കൗട്ട് ചെയ്യാവുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റൂബ്രിക്കാണ് നോസ് സ്നീസിങ്, ടെമ്പറേച്ചർ ഫ്രം എ സ്ലൈറ്റ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അപ്പം ഇങ്ങനെയൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ റൂബ്രിക്സ് സെലക്ട് ചെയ്ത് അതിലെ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അവൾക്ക് പല സാധനങ്ങളോടും അലർജിയാണ്, അതായത് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റുകളോട് അലർജി വരുന്ന പ്രകൃതമുള്ള ആൾക്കാർ. ജനറൽസ് അലർജിക് കോൺസ്റ്റിറ്റ്യൂഷൻ മൾട്ടിപ്പിൾ എന്നാണ് അതിന് റൂബ്രിക് പറഞ്ഞത്. പല ഫുഡിനോടും ഡസ്റ്റിനോടും മെറ്റലിനോടും ഒക്കെ അലർജിയുള്ള പ്രകൃതമുള്ള ആൾക്കാർ. ജനറൽസ് അലർജിക് കോൺസ്റ്റിറ്റ്യൂഷൻ മൾട്ടിപ്പിൾ. അതൊക്കെ സിന്തസിസ് റെപ്പർട്ടറിയിലാണ് ആ റൂബ്രിക് കൊടുത്തിരിക്കുന്നത്. ഉണങ്ങിയ മുറിവിൽ വല്ലാത്ത വേദന. മുറിവ് ഉണങ്ങിപ്പോയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഇപ്പോഴും ഉള്ളത്. ജനറൽസിൽ വൂൺസ് പെയിൻഫുൾ ഹീൽഡ്. ദാറ്റ്സ് റൂബ്രിക് ഇൻ കംപ്ലീറ്റ് റെപ്പർട്ടറി. ജനറൽസ് വൂൺസ് പെയിൻഫുൾ ഹീൽഡ് വൂൺസ്. അച്ഛൻ്റെ മദ്യപാനം കാരണം പുറത്തിറങ്ങാൻ പറ്റാതായി എന്നുള്ളതാണ്. അച്ഛനൊരു മദ്യപാനിയാണെന്നുള്ളത് നാട്ടുകാരൊക്കെ അറിഞ്ഞു. അപ്പം അത് കാരണം മക്കൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എയിൽമെന്റ്സ് ഫ്രം ഹ്യൂമിലിയേഷൻ, അനദർ റൂബ്രിക് മോർട്ടിഫിക്കേഷൻ. ഞാനും സഹോദരനും തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിന് ശേഷം ഒരിക്കലും ഞാൻ വീട്ടിൽ വന്നപ്പോൾ അനിയനുമായിട്ടൊരു കശപിശ ശണ്ട ഉണ്ടായി. അവൻ എന്നെ അടിച്ചു. എനിക്കത് വലിയ സങ്കടമായി എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ്റെ ഭാഗത്ത് നിന്ന്. എയിൽമെന്റ്സ് ഫ്രം ഡിസപ്പോയിന്റഡ്. ഡോക്ടർ, ഞങ്ങൾ എങ്ങനെ പിരിവ് തരാനാണ്? അല്ലെങ്കിൽ പാർട്ടിക്കാരോട് പറയാണ്, എങ്ങനെ ഞങ്ങൾ പിരിവ് തരാനാണ് നിങ്ങൾക്ക്? കഴിഞ്ഞ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. പിന്നെ നിങ്ങൾ വന്ന് പിരിവ് ചോദിച്ചാൽ എങ്ങനെയാണ്? എപ്പോഴും അതിനെ പറ്റിയുള്ള വിഷമമാണ് അവർക്ക്. സാഡ്നെസ്, ഫിനാൻഷ്യൽ ലോസ് ഓവർ. സെക്കൻഡ് റൂബ്രിക് സാഡ്നെസ്, മണി ലോസിങ് ആഫ്റ്റർ. ആദ്യത്തെ റൂബ്രിക് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് റെപ്പർട്ടറിയിലാണ്. രണ്ടാമത്തത് സാഡ്നെസ്, മണി ലോസിങ് ആഫ്റ്റർ.
മറ്റുള്ളവരുടെ ഇടപെടൽ കാരണം ജീവിതത്തിൽ ഒരു സന്തോഷമില്ല ഡോക്ടർ എന്നുള്ള. ഞങ്ങളുടെ ജീവിതത്തിൽ പലരും കൈകടത്തുന്നുണ്ട്. അപ്പം അത് കാരണം ഒരു സന്തോഷവും ഇല്ല. Ailments from unhappiness, influence of other people due to. അപ്പം ഞാനും ഭർത്താവ് സന്തോഷമായിട്ട് ജീവിക്കാന്ന് കരുതിയാലും മദറിൻലോ സമ്മതിക്കൂല, അല്ലെങ്കിൽ ഫാദറിൻലോ സമ്മതിക്കൂല. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ഞങ്ങളുടെ ലൈഫിൽ വല്ലാണ്ട് അവർ ഇടപെടുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഒരു സന്തോഷമില്ല ലൈഫിൽ എന്നുള്ള. എയിൽമെന്റ്സ് ഫ്രം അൺഹാപ്പിനെസ്, ഇൻഫ്ലുവൻസ് ഓഫ് അതർ പീപ്പിൾ ഡ്യൂ ടു. മറ്റുള്ളവരെ എൻ്റെ ലാംഗ്വേജിനെ കളിയാക്കുന്നു, അതിനാൽ ഞാൻ അധികം ഒന്നും സ്കൂളിൽ സംസാരിക്കാറില്ല. ആ കുട്ടി അങ്ങനെയൊന്നും സംസാരിക്കില്ല, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയൊക്കെയാണ്. പക്ഷെങ്കിൽ എന്നെ കളിയാക്കുന്നു, എൻ്റെ ലാംഗ്വേജിനെ അവർ കളിയാക്കുന്നു എന്നൊരു തോന്നൽ വന്നത് കാരണം ആ കുട്ടി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇതാണ് അമ്മയുടെ പരാതി. ഡെലൂഷൻ, ലാഫ്ഡ് അറ്റ് ആൻഡ് മോക്ക്ഡ് അറ്റ് ബീയിങ്. എന്നെ പറ്റി മറ്റുള്ളവർ പറഞ്ഞ് ചിരിക്കുമെന്നോ കളിയാക്കുമെന്നോ എന്നുള്ളൊരു തോന്നൽ. ദാറ്റ്സ് റൂബ്രിക് ഇൻ കംപ്ലീറ്റ് റെപ്പർട്ടറി. വേറെ റൂബ്രിക് പറയുന്നത് മോക്കിംഗ്, അതേഴ്സ് ആർ മോക്കിംഗ് അറ്റ് ഹിം തിങ്സ്. ആൻഡ് ദി തേർഡ് റൂബ്രിക് ഡെലൂഷൻ, ഇമാജിനേഷൻ, ലാഫ്ഡ് അറ്റ് ബീയിങ്. ആ റൂബ്രിക് വരുന്നതും കംപ്ലീറ്റ് റെപ്പർട്ടറിയിലാണ്. ഡെലൂഷൻ, ഇമാജിനേഷൻസ്, ലാഫ്ഡ് അറ്റ് ടു ബീയിങ്. 25 വയസ്സായ ആൺകുട്ടിയാണ്. ഭക്ഷണം ഒന്നും മോശമായാലും ഒരു പരാതിയും പറയില്ല. അവൻ ആരോടും നോ എന്ന് പറയാൻ അറിയില്ല എന്നുള്ളതാണ്. സാധാരണ ഈ പ്രായത്തിലൊക്കെ ആൺകുട്ടികൾ ഫുഡ് മോശമായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് അത് പറ്റില്ല എന്ന് തന്നെ പറയും. 2 റൂബ്രിക്കാണ് അതിൽ വരുന്നത്. ഒന്ന് yielding ഡിസ്പോസിഷൻ. ഇങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും നോ എന്ന് പറയാൻ പറ്റില്ല. മറ്റുള്ളവർ എന്ത് പറയുന്നു അതനുസരിച്ച് അവർ ചെയ്യും, പ്രവർത്തിക്കും. Then second rubric, comply to the wishes of others, feeling obliged to. Feeling obliged to others' feeling. Comply to wishes. ഡോക്ടറെ അസുഖം കുറവുണ്ടെന്നാണ് പേഷ്യന്റ് പറയുന്നത്. പക്ഷെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ അസുഖത്തിന് കുറവൊന്നുമില്ല എന്നുള്ളതാണ്. ചില പേഷ്യൻസ് അങ്ങനെയാണല്ലോ, അസുഖത്തിനൊക്കെ കുറവുണ്ട് ഡോക്ടർ എന്ന്. പക്ഷെ നമ്മൾ ഓരോ അസുഖമായിട്ട് എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ അതിനൊന്നും കാര്യമായിട്ട് ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ്. വെൽ, സേ ഹി ഈസ് വെൽ ഈവൻ ദോ വെരി സിക്ക്. രണ്ടാമത്തെ റൂബ്രിക് ഒപ്റ്റിമിസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. ആൻഡ് തേർഡ് വൺ പ്ലീസിങ്, ഡോക്ടറെ പ്ലീസ് ചെയ്യാണ് അവർ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ 3 റൂബ്രിക്കിൽ ഏതാണോ വരുന്നത് അത് നമുക്ക് നോക്കിയിട്ട് എടുക്കാം. വെൽ, സേ ഹി ഈസ് വെരി വെൽ ഈവൻ ദോ വെരി സിക്ക്. ആൻഡ് സെക്കൻഡ് വൺ ഓപ്റ്റിമിസ്റ്റിക്. ആൻഡ് തേർഡ് വൺ ദേ ആർ പ്ലീസിങ് ദി ഡോക്ടർ. ഡോക്ടറെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ശുക്ലം വരുന്നില്ല എന്നുള്ളതാണ്. സെമനൊന്നും പുറത്തേക്ക് വരുന്നില്ല ഡ്യൂറിങ് ദി ഇന്റർകോഴ്സ്. മെയിൽ എന്നുള്ള ചാപ്റ്ററിൽ എജാക്കുലേഷൻ ഡ്രൈ, ദാറ്റ്സ് റൂബ്രിക്. തേർഡ് കണ്ടീഷൻ, ബന്ധപ്പെടുമ്പോൾ ശുക്ലം പെട്ടെന്ന് വരുന്നു എന്നുള്ളതാണ്. പ്രീമച്ചർ എജാക്കുലേഷൻ എന്ന് നമ്മൾ പറയും. അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് നല്ല റൂബ്രിക്സ് കൊടുത്തിട്ടുണ്ട്. മെയിൽ എന്നുള്ള ചാപ്റ്ററിൽ എജാക്കുലേഷൻ ക്വിക്ക് 2. അപ്പോൾ അതിനൊരു സൈക്കോളജിക്കലായിരിക്കാം പല സമയത്തും. അപ്പോൾ അതിനുള്ള ഒരു കൗൺസിലിംഗും കൂടെ നമ്മൾ കൊടുത്താൽ, മെഡിസിനും കൂടെ കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ പ്രീമച്ചർ എജാക്കുലേഷൻ. മൂത്രത്തിൽ ശുക്ലം കാണുന്നു, പേഷ്യൻറ്റിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ യൂറിൻ സെമൻ കണ്ടെയ്നിങ് എന്നാണ് അതിൻ്റെ റൂബ്രിക് വരുന്നത്. യൂറിൻ സെമൻ കണ്ടെയ്നിങ്. ചൂടുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നത് കാരണം വന്ധ്യത വന്നു. വളരെ ഹോട്ടായിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസസിലാണ് അവർ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പം അത് കാരണമാണ് വന്ധ്യത ഉണ്ടായി എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. അപ്പം അതിന് നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന റൂബ്രിക്ക് ജനറൽസ് ചാപ്റ്ററിൽ ഹീറ്റഡ് ബീയിങ് എന്ന് പറഞ്ഞൊരു റൂബ്രിക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലൈൻസ് ഫ്രം ഹീറ്റഡ്. ഷുഗർ ഉള്ളത് കാരണം ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു. ഈ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എപ്പോഴും മൈക്രോവാസ്കുലർ ആർട്ടറീസിനെയാണ് ആദ്യം അഫക്റ്റ് ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് ഈ സെക്ഷൽ വീക്ക്നെസ് ആദ്യം വരുന്നത്. അപ്പോൾ അതിൽ വർക്കൗട്ട് ചെയ്യാവുന്ന 2 റൂബ്രിക്ക്, ഒന്ന് ഇമ്പോർട്ടൻസി ഡയബറ്റീസ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ സെക്ഷൽ ഡിസയർ ഡിക്രീസ്ഡ് ഡയബറ്റീസ് ഇൻ. രണ്ടിലും മെഡിസിൻസ് ഒക്കെ വ്യത്യാസമുണ്ട്. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ശുക്ലം വരുന്നു. ഏതെങ്കിലും ഒരു ലേഡിയായിട്ട് സംസാരിക്കുമ്പോൾ പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ എജാക്കുലേഷൻ നടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പൊള്യൂഷൻ, വുമൺ ടാക്കിംഗ് അബൌട്ട് വുമൺ. സ്ത്രീകളെ പറ്റി സംസാരിക്കുകയോ സ്ത്രീകളോട് സംസാരിക്കുകയോ ചെയ്താൽ എജാക്കുലേഷൻ നടക്കുന്നു. അതന്നാണ് റൂബ്രിക്. രണ്ടാമത്തെ റൂബ്രിക് പ്രോസ്റ്റേറ്റ്. അതിൽ എമിഷൻ, ഫോൺഡ്ലിംഗ് വിത്ത് എ വുമൺ. ഫോൺഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചാര അടിക്കുക എന്നൊക്കെ പറയും. ഫോൺഡ്ലിംഗ് വിത്ത് എ വുമൺ, ടാക്കിംഗ് ടു യങ് വുമൺ ഫ്രം. അനദർ സബ് റൂബ്രിക് ടാക്കിംഗ് ടു യങ് വുമൺ ഫ്രം. ശുക്ലം തീരെ ഇല്ലാത്ത അവസ്ഥ,
അല്ലെങ്കിൽ സ്പേം ഇല്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ റൂബ്രിക് അസ്പെർമാറ്റിസം എന്നുള്ളതാണ്. കംപ്ലീറ്റ് റെപ്പർട്ടറിയിലും മർഫിയിലുമാണ് ആ റൂബ്രിക് കൊടുത്തിരിക്കുന്നത്, അസ്പെർമാറ്റിസം. ടെസ്റ്റിസ് പൂർണ്ണമായിട്ടും വൃഷണത്തിൽ എത്തിയിട്ടില്ല. അത് ഇൻഗ്വനൽ റീജിയനിലോ അബ്ഡോമിനിലോ എവിടെയോ ലോഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അതിന് വർക്കൗട്ട് ചെയ്യുന്ന റൂബ്രിക് ക്രിപ്റ്റോർക്കിഡിസം എന്നുള്ളതാണ്. അത് സബ് റൂബ്രിക് ഉണ്ട്, അബ്ഡോമിനൽ കൊടുത്തിട്ടുണ്ട്, ഇൻഗ്വനൽ കൊടുത്തിട്ടുണ്ട്, പ്രീ പ്യൂബിക് എന്ന് പറഞ്ഞിട്ട് 3 സബ് റൂബ്രിക്കും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ മെഡിസിൻസ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അൺഡിസെൻഡഡ് ടെസ്റ്റിസ് എന്നുള്ളതാണ് കണ്ടീഷൻ. ഒരു അപകടത്തിന് ശേഷം വന്ധ്യത ഉണ്ടായി. ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് നടന്നു, അതിന് ശേഷമാണ് വന്ധ്യത വന്നതെന്നാണ് ഡോക്ടർ പറയുന്നത്. മെയിലാണെങ്കിൽ ഇഞ്ചുറി ആഫ്റ്റർ ടെസ്റ്റിസ് എന്ന് പറഞ്ഞ റൂബ്രിക് കംപ്ലീറ്റ് റെപ്പർട്ടറിയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സിന്തസിസ് റെപ്പർട്ടറിയിലാണെങ്കിൽ മെയിൽ ചാപ്റ്ററിൽ ഇഞ്ചുറീസ് ആഫ്റ്റർ എന്ന് പറഞ്ഞൊരു റൂബ്രിക്കും കൊടുത്തിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടെങ്കിലും ഡോക്ടറെ കുറഞ്ഞ സമയം കൊണ്ട് അത് അങ്ങോട്ട് നേരെയാവും. പല കാര്യത്തിലും ടെൻഷനാണ്, പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് ഞാനത് ഓവർകം ചെയ്യുമെന്നുള്ളതാണ് പേഷ്യന്റ് പറയുന്നത്. ആൻസൈറ്റി, ആന്റിസിപ്പേഷൻ ഫ്രം കോപ്പ് വെൻ ടൈം കംസ് ബട്ട് ഏബിൾ ടു കോപ്പ് അപ്പ് വിത്ത് ടൈം. അത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞാനത് ഓവർകം ചെയ്യും. ഡെന്റൽ ഡോക്ടറെ അടുത്ത് പോകാൻ വലിയ പേടിയാണ്, പല്ലിന്റെ ഡോക്ടറെ അടുത്ത് പോകൂല. അപ്പൊ അതുകൊണ്ട് മറ്റ് സാധാരണ ഡോക്ടറെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ തന്നാൽ മതി എന്നാണ് പറയുക. ആന്റിസിപ്പേഷൻ, ഡെന്റിസ്റ്റ് ഓർ ഫിസിഷ്യൻ ബിഫോർ ഗോയിങ് ടു. ആന്റിസിപ്പേഷൻ, ഡെന്റിസ്റ്റ് ഓർ ഫിസിഷ്യൻ ബിഫോർ ഗോയിങ് ടു. അച്ഛന് വളരെ പ്രായമായി, ഇപ്പം കുട്ടികളുടെ സ്വഭാവമാണെന്നാണ് പറയുന്നത്. സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നാണല്ലോ നമ്മൾ അതിനെ പറ്റി പറയാം. അച്ഛന് വളരെ പ്രായമൊക്കെയായി, പക്ഷെ ഇപ്പം കുട്ടികളുടെ സ്വഭാവമാണ്. ചൈൽഡിഷ് ബിഹേവിയർ, ഓൾഡ് പീപ്പിൾ ഇൻ എന്നുള്ളതാണ് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള റൂബ്രിക്. അവൾക്ക് ആണുങ്ങളെ പോലെ മീശയും താടിയുണ്ട് എന്നുള്ളതാണ്. ഹിർസുട്ടിസം എന്ന് നമ്മൾ പറയും. ആണുങ്ങളെ പോലെ മീശയും താടിയും ഉണ്ട്. ജനറൽസ് ഹെയർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ വുമൺ, ദാറ്റ്സ് വൺ റൂബ്രിക്. അനദർ റൂബ്രിക് സ്കിൻ ഹെയറി മസ്കുലൈൻ, കംപ്ലീറ്റ് റെപ്പർട്ടറിയിലാണ് ആ റൂബ്രിക് ഉള്ളത്. സ്കിൻ ഹെയറി സ്കിൻ വുമണിൻ മർഫിയിൽ കൊടുത്തിരിക്കുന്ന റൂബ്രിക്കാണ്. അതേപോലെ ഫേസിൽ ഹെയർ ഫാഷ്യൽ മസ്കുലൈൻ ഇൻ വുമൺ, ദാറ്റ്സ് എ റൂബ്രിക് ഇൻ മർഫീസ് റെപ്പർട്ടറി. അപ്പോൾ ഏത് ലൊക്കേഷനിലാണോ റൂബ്രിക് ഉള്ളത് അത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് ലൊക്കേഷനിലാണോ ഹെയർ ഗ്രോത്ത് ഉള്ളത് ആ ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് റൂബ്രിക് സെലക്ട് ചെയ്യാൻ പറ്റും. വ്യായാമം ചെയ്ത് ശരീരം എപ്പോഴും ഫിറ്റാക്കി വെക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അയാൾക്ക് എപ്പോഴും. ബോഡി നല്ല ഫിറ്റ് ആയിരിക്കണം, അതിലാണ് അയാളുടെ കോൺസെൻട്രേഷൻ ഒക്കെ വരുന്നത്. മൈൻഡിൽ ഫിറ്റ്, ഡിസയർ ടു ബി, എക്സസൈസ്, ജോഗ്സ്, റൺസ്. എപ്പോഴും അവർ നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡി ഫിറ്റ് ആയിട്ട് വെക്കും. ഇത് കംപ്ലീറ്റ് റെപ്പർട്ടറിയിലാണ് ആ റൂബ്രിക് ഉള്ളത്. സിന്തസിസിൽ അതേപോലെ ഒരു റൂബ്രിക് ഉണ്ട്, ജനറൽ ഫിസിക്കൽ എക്സേഷൻ എബിലിറ്റി. ഫിസിക്കൽ എക്സേഷൻ എബിലിറ്റി, ദാറ്റ്സ് എ റൂബ്രിക്. ഓൺലൈൻ ക്ലാസ്സിൽ കയ്യും കലാശമൊക്കെ കാണിച്ച് നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ്, കയ്യും കലാശമൊക്കെ കാണിച്ച് ശരീരത്തിന്റെ ബോഡി മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും, നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന പ്രകൃതിയുള്ള ആൾക്കാർക്ക് we can take the rubric. Gestures makes, talking, gesticulating, arms with head, head with, that's a rubric. Gestures make, talking, gesticulating, arms with or head with. ദേഷ്യം പിടിച്ചാൽ പല്ലെറുമ്പുന്ന പ്രകൃതമാണ് അവന്. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പല്ലിങ്ങനെ കടിച്ചു പൊട്ടിക്കും ഡോക്ടറെ എന്നാ പറയാം. ടീത്ത് ഗ്രൈൻഡിങ്, ആങ്കർ ആഫ്റ്റർ. സിന്തസിസിലും കംപ്ലീറ്റ് റെപ്പർട്ടറിയിലും ആ റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടീത്ത് ഗ്രൈൻഡിങ്, ബ്രൂക്സിസം, ആങ്കർ ഫ്രം, ദാറ്റ്സ് റൂബ്രിക് ഇൻ മർഫീസ് റെപ്പർട്ടറി. അയാൾക്ക് സ്വന്തമായിട്ട് ഒരു നിലപാടുമില്ല. പാർട്ടി നേതൃത്വം എന്ത് പറയുന്നു അത് കണ്ണടച്ച് വിശ്വസിക്കും. സ്വന്തം വീട്ടുകാർ പറയുന്നത് പോലും കേൾക്കില്ല എന്നുള്ളതാണ് പരാതി. പാർട്ടി നേതൃത്വം എന്ത് പറയണം അത് അതേപോലെ അവർ ചെയ്യുള്ളൂ. വീട്ടുകാരോ നാട്ടുകാരോ പറഞ്ഞാലൊന്നും കേൾക്കില്ല, കുടുംബങ്ങൾ പറഞ്ഞാലും വിശ്വസിക്കില്ല. സ്വന്തമായിട്ട് അയാൾക്കൊരു നിലപാടും ഇല്ല. അപ്പൊ അതിന് വർക്കൗട്ട് ചെയ്യാവുന്ന റൂബ്രിക് ആണ് ഫനറ്റിസിസം. എ പേഴ്സൺ ഹു ഈസ് ഫിക്സഡ് ദി ഐഡിയോളജി ഓഫ് സർട്ടൻ പീപ്പിൾ, following everything what they told, never use his own ideas, even fully against his family members if that people told anything. ഫനറ്റിക് ആണ്. ഞരമ്പ് പൊട്ടി, ഹെർപ്പിസോസ്റ്റർ, അത് വന്നതിന് ശേഷം ആ ഭാഗത്ത് സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ. ഹോമിയോപ്പതിക്ക് വളരെ എഫക്റ്റീവായിട്ട് വളരെ കുറഞ്ഞ മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പൂർണ്ണമായിട്ടും
ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാലജി. അലോപ്പതിയിലാണെങ്കിൽ ഹൈ ഡോസിലെ പെയിൻ കില്ലേഴ്സ് ഒരുപാട് കാലം കഴിക്കണം, നമുക്ക് വളരെ കുറഞ്ഞ മെഡിസിൻസ് മതി. പക്ഷെ അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ റൂബ്രിക് എടുക്കണം. ഇപ്പൊ ചെസ്റ്റിലാണെങ്കിൽ ചെസ്റ്റ് പെയിൻ ഹെർപ്പി സോസ്റ്റർ ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. മെസീറിയം റാനാൻകുലസ് ബൾബോസസ് ഒക്കെയാണ് മെയിൻ മെഡിസിൻ. അതേപോലെ കംപ്ലീറ്റ് റെപ്പർട്ടറിയിൽ റൂബ്രിക് ഉണ്ട്, ജനറൽ പെയിൻസ് ഹെർപ്പി സോസ്റ്റർ ആഫ്റ്റർ ന്യൂറാൾജിക്. അനദർ റൂബ്രിക് ജനറാലിറ്റീസ് പെയിൻ ഹെർപ്പി സോസ്റ്റർ സോണ ആഫ്റ്റർ. ഈ 3 റൂബ്രിക്കാണ് നമുക്കതിൽ കൺസിഡർ ചെയ്യാവുന്നത്. ഇൻഫ്ലുവൻസ വന്നതിന് ശേഷം വല്ലാത്ത ക്ഷീണവും തലവേദനയും. അപ്പൊ അതിന്റെ റൂബ്രിക് വരുന്നത് ജനറൽസിൽ കോൺവാലസൻസ് എയിൽമെന്റ്സ് ഡ്യൂറിങ് ഇൻഫ്ലുവൻസ ആഫ്റ്റർ, ഹെഡ് പെയിൻ ഇൻഫ്ലുവൻസ ആഫ്റ്റർ. ആൻഡ് ദി തേർഡ് റൂബ്രിക് ജനറാലിറ്റീസ് വീക്ക്നെസ് ഇൻഫ്ലുവൻസ ആഫ്റ്റർ. ഈ ടൈപ്പുള്ള ഫീവർ ഒക്കെ വന്നതിന് ശേഷമുള്ള തലവേദന അല്ലെങ്കിൽ വീക്ക്നെസ്, ശാരീരിക ക്ഷീണങ്ങൾക്കൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന 3 റൂബ്രിക്കാണ് ഇത്. ഡോക്ടറെ, തേങ്ങ അരച്ച കറി കൂട്ടിയാൽ നെഞ്ചരിച്ചിൽ വരുന്നു എന്നുള്ളതാണ്. തേങ്ങ അരച്ച എന്ത് കറി കൂട്ടിയാലും നെഞ്ചരിച്ചിൽ വരുന്നു. സ്റ്റൊമക്, ഹാർട്ട് ബേൺ, ഫാറ്റ് ഫുഡ് ആഫ്റ്റർ. അതിലെ മെയിൻ കണ്ടന്റ് ഓയിൽ ആണല്ലോ. സ്റ്റൊമക്, ഹാർട്ട് ബേൺ, ഫാറ്റ് ഫുഡ് ആഫ്റ്റർ. അവനെ നിന്ന് തിരിയാൻ സമ്മതിക്കാതെ കർക്കശമായാണ് വളർത്തിയത്. ഇപ്പോൾ അവൻ തലതിരിഞ്ഞു പോയി. സാധാരണ വരുന്നത് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 +2 സമയത്താണ് കുട്ടികൾ തലതിരിഞ്ഞു പോവുക. ഓവർ പ്രൊട്ടക്റ്റഡ് ചൈൽഡ്ഹുഡ് ആണ്. എയിൽമെന്റ്സ് ഫ്രം ഡോമിനേഷൻ, പാരന്റൽ പ്രൊട്ടക്ഷൻ എക്സസീവ്. ദാറ്റ്സ് റൂബ്രിക്. എയിൽമെന്റ്സ് ഫ്രം ഡോമിനേഷൻ, പാരന്റൽ പ്രൊട്ടക്ഷൻ എക്സസീവ്. കാൽമുട്ടിന് തേയ്മാനമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇരുന്നിടത്തുനിന്ന് എണീക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം. ഇരുന്നിടത്തുനിന്ന് എണീക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. OA കംപ്ലൈന്റ്. എക്സ്ട്രിമിറ്റീസ് പെയിൻ, നീ റൈസിംഗ് ഫ്രം സിറ്റിംഗ്. ദാറ്റ്സ് മെയിൻ റൂബ്രിക്. സൾഫർ, റെസ്റ്റോക്സ് ഒക്കെയാണ് മെയിൻ മെഡിസിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രിമിറ്റീസ് പെയിൻ, നീ റൈസിംഗ് ഫ്രം സിറ്റിംഗ്. മുതിർന്ന ആളെ പോലെ വലിയ സംസാരമാണ് അവന് എന്നുള്ളതാണ്. മുതിർന്ന ആൾക്കാർ സംസാരിക്കുന്നത് പോലെ ഒരു പക്വതയോട് കൂടി ഉള്ള സംസാരമാണ്, അല്ലെങ്കിൽ സംസാരം കുറച്ച് കൂടുതലുമാണ്. ലൊക്കാസിറ്റി, പ്രിക്കോഷ്യസ് ലൊക്കാസിറ്റി എന്നാണ് അതിന്റെ റൂബ്രിക്. ലൊക്കാസിറ്റി എന്ന റൂബ്രിക്കിന്റെ താഴെ ഒരു സബ് റൂബ്രിക് ഉണ്ട്, പ്രിക്കോഷ്യസ് ലൊക്കാസിറ്റി. ഫുട്ബോൾ കളിക്കാരനാണ് മകൻ. ഒരു ദിവസം അവൻ കളിക്കാൻ ഇറങ്ങിയപ്പോൾ ഗ്രൗണ്ട് മുഴുവൻ മുള്ളുകൾ ഉള്ള പോലെ തോന്നി. അതിന് ശേഷം അവന് കളിക്കാൻ പോകാറില്ല എന്നുള്ളതാണ്. ഗ്രൗണ്ടിൽ മൊത്തം മുള്ളു നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി, പിന്നെ അവൻ കളിക്കാൻ പോകുന്നില്ല. ഡെലൂഷൻ, നീഡിൽ സി. ഡെലൂഷൻ, പിൻ അബൌട്ട്. ഡെലൂഷൻ, പിൻ ആൻഡ് നീഡിൽസ്. ഡെലൂഷൻ, പിൻ ആൻഡ് നീഡിൽസ്. ഇങ്ങനെയുള്ള റൂബ്രിക്കുകളൊക്കെയാണ് ഈ കേസിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നത്. എല്ലാ ദിവസവും അമ്മ അമ്പലത്തിൽ പോകാറുണ്ട്. പക്ഷെ അവരുടെ ഒരു മകള് മരിച്ചു. ഇപ്പോൾ ദൈവത്തിനോട് തന്നെ വല്ലാത്തൊരു വെറുപ്പാണ്. ഇനിയിപ്പോൾ ഞാൻ എന്തിനാ അമ്പലത്തിൽ പോകണം? ഞാനിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. ഇപ്പോൾ ദൈവത്തിനോട് തന്നെ ഒരു വെറുപ്പും അതേപോലെ ഒരു ഇഷ്ടക്കേടുമാണ്, ഒരു ആരാധന ഇല്ലായ്മ. മൈൻഡ് ബ്ലാഷ്ഫമി, കെർസിങ്. മൈൻഡ് ബ്ലാഷ്ഫമി ആൻഡ് കെർസിങ്, ഇറവറൻസ്. കോപ്പർട്ടി ഇട്ടതിന് ശേഷമാണ് ഡോക്ടർ എനിക്ക് ഗർഭപാത്രം താഴാൻ തുടങ്ങിയത്. ആക്ച്വലി പ്രൊലാപ്സും കോപ്പർട്ടി ഇടുന്നതും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻ ഇല്ല, ബട്ട് അവർക്ക് അങ്ങനെ ഒരു തോന്നലാണ്. അപ്പൊ അങ്ങനെയുള്ള തോന്നലുകൾക്ക് നമുക്ക്, അതായത് രോഗി തന്നെ രോഗിയുടെ അസുഖത്തിന് കാരണം കണ്ടുപിടിക്കുകയാണ്, കാരണം അസ്യൂം ചെയ്യാണ്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ മൈൻഡിൽ തിയറൈസിങ് എന്നുള്ള റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. അതേപോലെ ഫീമെയിൽ പ്രൊലാപ്സ് ഓഫ് യൂട്രസ് എന്നുള്ള റൂബ്രിക്കും കൂടി നമുക്കതിൽ വർക്കൗട്ട് ചെയ്യാം. തിയറൈസിങ് ഓർ ഫീമെയിൽ പ്രൊലാപ്സ് ഓഫ് യൂട്രസ്. എൻ്റെ അമ്മൂമ്മ ഇപ്പോഴും അയൽവാസികൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അമ്മൂമ്മയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അതാണ്. അയൽവാസികൾക്കെതിരെ എപ്പോഴും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ പോയിട്ട് പരാതി കൊടുത്തുകൊണ്ടിരിക്കും. ലിറ്റിഗിയസ് എന്നുള്ളതാണ് അതിന്റെ റൂബ്രിക്. നിത്യവ്യവഹാരി എന്ന് പറയും. അവരുടെ കക്ഷത്തിൽ എപ്പോഴും കേസ് കെട്ടുകളാണ് ഉണ്ടാവുക. എപ്പോഴും മറ്റുള്ളവർക്കെതിരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും കയറ്റി ഇറക്കുന്ന സ്വഭാവമുള്ള പ്രകൃതമുള്ള ആൾക്കാർ. മകൻ ഫുട്ബോൾ കളിക്കാരനാണ് ഡോക്ടറെ. കളിക്കാൻ തുടങ്ങുമ്പോൾ അവന് കാലിന് മുട്ടിന് നല്ല വേദനയാണ്. പക്ഷെ ശരീരം ഒന്ന് ഹീറ്റ് ആയാലും ഒന്ന് വാമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേദന കുറയുകയും ചെയ്യുമെന്നുള്ളതാണ്. ശരീരം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അവന്റെ കാൽമുട്ടിന്റെ വേദന കുറയും. അപ്പൊ ജനറൽസിലെ വാം ബിക്കമിങ് അമിലിറേറ്റ്സ്. ദാറ്റ്സ് റൂബ്രിക് ഇൻ ദാറ്റ് കേസ്.
തലവേദന വരുന്നതിന് മുമ്പ് അയാൾ കോട്ടുവാ ഇടുന്നു എന്നുള്ളതാണ്. തലവേദന വരുന്നതിന് മുമ്പ് അയാൾക്ക് എപ്പോഴും അങ്ങനെയാണ്. അതിൽ റൂബ്രിക് വരുന്നത് സ്ലീപ്പ്, യോണിങ്, ഹെഡേക്ക് ബിഫോർ. യോണിങ് റിലേറ്റഡ് റൂബ്രിക് അധികം കൊടുത്തിരിക്കുന്നത് സ്ലീപ്പിലാണ്. മൗത്തിലുണ്ടെങ്കിൽ പോലും കൂടുതൽ നല്ല റൂബ്രിക്സും സബ് റൂബ്രിക്കും സ്ലീപ്പ് ചാപ്റ്ററിലാണ് വരുന്നത്. യോണിങ്, ഹെഡേക്ക് ബിഫോർ. എൻ്റെ കുട്ടി നടക്കാൻ തുടങ്ങിയത് വളരെ വൈകിയാണ്. ഒരു എക്സ്റേ എടുത്തപ്പോൾ ജോയിന്റുകൾ നന്നായിട്ട് വളർച്ച പ്രാപിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ജോയിന്റ്സ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് കുട്ടി നടക്കാൻ വൈകിയത്. അപ്പോൾ അതിൻ്റെ റൂബ്രിക് ജനറൽസിൽ ഡെവലപ്മെന്റ്, സ്ലോ ബോൺസ് ജോയിന്റ്സ്. ഡെവലപ്മെന്റ് ഓഫ് ബോൺസ് ആൻഡ് ജോയിന്റ്സ് സ്ലോ. എൻ്റെ അച്ഛന് ചിലപ്പോൾ വലിയ പിശുക്കാണ്, ചിലപ്പോഴോ കാശ് വെറുതെ ചെലവാക്കുകയും ചെയ്യും. ചിലപ്പോൾ വളരെ പിശുക്കനാണ്, അതേസമയം ചില സമയത്ത് ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പരാതി. മൈൻഡിൽ സ്ക്വാണ്ടറിങ്, ആൾട്ടർനേറ്റിംഗ് വിത്ത് അവാരീസ്. അവാരീസ് എന്ന് പറയുമ്പോൾ പിശുക്ക്, സ്ക്വാണ്ടറിങ് എന്ന് പറയുമ്പോൾ വാരി വലിച്ച് ഒരാവശ്യമില്ലാണ്ട് കാശ് ദൂർത്തടിക്കുന്നതിനാണ് സ്ക്വാണ്ടറിങ് എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റിംഗ് വിത്ത് അവാരീസ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കാശ് വെറുതെ ചെലവാക്കും. ഞാനൊരു കാശുകാരനാണ്, എൻ്റെ അടുത്തൊരു ഞാനൊരു സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാശ് വെറുതെ ചെലവാക്കുന്ന പ്രകൃതിയുള്ള ആൾക്കാർ. മൈൻഡ് സ്ക്വാണ്ടറിങ്, ബോസ്റ്റിംഗ് ഫ്രം. ബോസ്റ്ററാണ്, ബോസ്റ്റിംഗ് ഫ്രം. ഇരിക്കുമ്പോൾ ഈ സീറ്റിൽ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എക്സ്ട്രീമിറ്റീസ്, പെയിൻ, നെയ്റ്റ്സ്, സിറ്റിംഗ് ആഫ്റ്റർ. ഈ നെയ്റ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കെൻഡിന്റെ റെപ്പർട്ടറി ആണെങ്കിലും സിന്തസിസ് ആണെങ്കിലും എക്സ്ട്രീമിറ്റീസ് ചാപ്റ്ററിലാണ്, ബാക്കിലല്ല. എക്സ്ട്രീമിറ്റീസ്, പെയിൻ, നെയ്റ്റ്സ്, സിറ്റിംഗ് ആഫ്റ്റർ. ഡോക്ടറെ വായൽ എപ്പോഴും പൊള്ളിയ പോലത്തെ ഒരു ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ്. പൊള്ളിയ പോലെയാണ് എൻ്റെ വായൽ മുഴുവൻ എന്നുള്ളതാണ് പേഷ്യന്റ് പറയുന്നത്. അപ്പോൾ അതിന്റെ റൂബ്രിക് മൗത്തിൽ ടേസ്റ്റ് ബേൺഡ് എന്നുള്ളതാണ്. അതിന് വേറൊരു റൂബ്രിക് നമ്മുടെ പഴയ റെപ്പർട്ടറികളിലൊക്കെ കൊടുത്തിരിക്കുന്നത് എംബ്യൂറമാറ്റിക് എന്നുള്ള റൂബ്രിക്കാണ്. ദാറ്റ് മീൻസ് ബേൺഡ് ടേസ്റ്റ്, എപ്പോഴും വായ പൊള്ളിയ പോലെയാണ്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ റൂബ്രിക് പറയുന്നത് റിലീജിയസ് അഫെക്ഷൻസ്, ടു ഓക്യുപ്പൈഡ് വിത്ത് റിലീജിയൻ, സ്പെക്കുലേഷൻസ്, ഡെൽസ് ഓൺ, ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, ഹീ ഹീസ്, ഹൂ മെയ്ഡ് ഗോഡ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വലിയൊരു നീളത്തിലൊരു റൂബ്രിക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അവന് കളിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, വലിയ ആൾക്കാർ സംസാരിക്കുന്നത് പോലെ വലിയ വായിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. കളിക്കാൻ മറ്റു കുട്ടികളെ പോലെ കളിക്കാനൊന്നും അവന് താല്പര്യമില്ല, വലിയ വലിയ വർത്താനാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മൈൻഡ് പ്ലേ അവേർഷൻ ടു, ഇൻഡിസ്പോസിഷൻ ടു ഇൻ ചിൽഡ്രൻ, ടാക്ക് വിത്ത് അഡൽട്സ്, ഡിസയർ ടു. കളിക്കാൻ അവന് താല്പര്യമൊന്നുമില്ല, പക്ഷെ വലിയ വലിയ ആൾക്കാരുമായിട്ട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നതിലാണ് അവന് താല്പര്യം. മറ്റുള്ളവരുടെ സംസാരം മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ എപ്പോഴും ഇടയിൽ കയറി സംസാരിക്കും, അത് അവൻ്റെ ഒരു പ്രകൃതമാണ്. അതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യും? അതിൽ ഇംപേഷ്യൻസ് എന്നുള്ള റൂബ്രിക്കിന്റെ താഴെ ടാക്ക് ഓഫ് അതേഴ്സ് ഡ്യൂറിങ്. കുട്ടിക്ക് ഉറങ്ങണമെങ്കിൽ അമ്മയുടെ മുടി പിടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അമ്മയുടെ മുടി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാലേ അവൻ ഉറങ്ങുള്ളൂ. എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പുൾ, ഡിസയർ ടു പുൾ സംവൺസ് ഹെയർ. ഭാര്യ കാമുകനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നലാണ് അയാൾക്ക്. കാമുകനെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യ. ഡെലൂഷൻ, ഈ തോന്നലുകളൊക്കെ അധികം ഡെലൂഷൻ എന്നുള്ള റൂബ്രിക്കിന്റെ താഴെയാണ് വരിക. ജലസി, ലവേഴ്സ് കൺസീൽഡ് ബിഹൈൻഡ് ദി സ്റ്റൗ വൈഫ് ഹാസ്. ഭാര്യ സ്റ്റൗവിന്റെ ബാക്കിൽ അല്ലെങ്കിൽ അടുക്കളയിൽ കാമുകനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ ഇടയ്ക്കിടെ മുഖം കഴുകിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ മുഖം കഴുകുക എന്നുള്ളത് ഒരു OCDയുടെ ഇങ്ങനെ തുടർച്ചയായിട്ട് കഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളത് OCDയുടെ ഒരു സിംറ്റം കൂടിയാണ്. മൈൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. മാനിയ, ഫേസ്, വാഷിംഗ് മാനിയ ഓഫ് ഫേസ്. അമ്മായി അമ്മ വളരെ കർക്കശ സ്വഭാവക്കാരിയാണ്, അത് കാരണം ഞങ്ങൾക്ക് അവരെയൊക്കെ പേടിയാണ്. ഇപ്പോൾ പക്ഷെ തളർവാദം പിടിച്ച് കിടപ്പിലാണ്, എന്നാലും ഞങ്ങൾക്ക് അയാളെ അമ്മായിയമ്മയെ വല്ലാണ്ട് പേടിയാണ് എന്നുള്ളതാണ്. തളർവാദം പിടിച്ച് എണീക്കാനൊന്നും വയ്യ, എന്നാലും ഞങ്ങൾക്ക് അവരെ വലിയ പേടിയാണെന്നാണ് പറയുന്നത്. ഇതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യും? അപ്പൊ ഫിയറിന്റെ താഴെയായിട്ട് ഫ്രൈറ്റ്, പ്രീവിയസ് ഫ്രൈറ്റ് ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. രണ്ടാമത്തെ റൂബ്രിക് കംപ്ലൈന്റ് ടു ദി വിഷസ് ഓഫ് അതേഴ്സ്.
മറ്റുള്ളവരുടെ താല്പര്യം എന്താണ് അതിനനുസരിച്ച് മാത്രമേ നമ്മൾ നിൽക്കുള്ളൂ. സ്വന്തമായിട്ടൊരു അഭിപ്രായമൊന്നുമില്ല. ദെൻ സർവൈൽ, എക്സസീവ്ലി സബ്മിസീവ് ആയിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാർക്കാണ് സർവൈൽ എന്നുള്ള റൂബ്രിക് നമ്മൾ വർക്കൗട്ട് ചെയ്യാറുള്ളത്. പനിക്ക് ശേഷം അവന് വലിയ വാശിയാണ് ഡോക്ടറെ എന്നുള്ളത്. പനി വന്നതിന് ശേഷം അവന് വല്ലാണ്ട് വാശിയും കരച്ചിലാണ്. ഇറിറ്റബിലിറ്റി, ഫീവർ ആഫ്റ്റർ ദാറ്റ് റൂബ്രിക് ഇൻ കംപ്ലീറ്റ് റെപ്പർട്ടറി. ഡോക്ടർ എന്തെങ്കിലും അസുഖം വന്നാൽ അവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അസുഖം ഇല്ലെങ്കിൽ അവൻ നല്ല കുട്ടിയാണ്, പക്ഷെ അസുഖം വന്നാൽ അവൻ എങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇറിറ്റബിലിറ്റി ഇൻ ചിൽഡ്രൻ, സിക്ക് വെൻ. അല്ലാത്ത സമയത്ത് അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. മകനെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കുറച്ചു നേരത്തേക്ക് കാണാതെയായി, അപ്പൊ അതിന്റെ ടെൻഷനിൽ നെഞ്ചുവേദന വന്നു എന്നുള്ളതാണ്. റൂബ്രിക് ആങ്സൈറ്റി, ഹാർട്ട് പെയിൻ വിത്ത് കംപ്ലീറ്റ് റെപ്പർട്ടറിയിലാണ് റൂബ്രിക് കൊടുത്തിരിക്കുന്നത്. വോക്കൽ കോഡ് ഓപ്പറേഷന് ശേഷം ശബ്ദം മുറിഞ്ഞു പോകുന്നു എന്നുള്ള. വോക്കൽ കോഡിൽ ഒരു സർജറി ചെയ്തു, അതിനുശേഷം സൗണ്ട് ബ്രേക്ക് ആവുന്നു. അതാണ് പേഷ്യന്റിന്റെ കംപ്ലൈന്റ്. അപ്പൊ ലാരിങ്സ് ആൻഡ് ട്രാക്കിയ, വോയിസ് ഇൻട്രപ്റ്റ്സ്, സിംഗിങ് ഹൈ വെൻ, ഉച്ചത്തിൽ പാടുന്ന സമയത്ത് സൗണ്ട് പോകും. വോയിസ് ബ്രോക്കൺ, ദാറ്റ് ഇസ് അനദർ റൂബ്രിക്. അത് സിന്തസിസിലും കംപ്ലീറ്റ് റെപ്പർട്ടറിയിലും റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. And the third rubric in Murphy's repertory, voice broken, voice timbre changing constantly. Timbre of the voice changing constantly. That's a rubric in Murphy's repertory. ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചാൽ കുട്ടി ഉത്തരവൊന്നും പറയൂല, പക്ഷെ പരീക്ഷയ്ക്ക് അവന് നല്ല മാർക്കുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാണ്, പറയുന്ന കാര്യം തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടിയാണ്. ഞാൻ ആൻസർ പറയുന്നത് തെറ്റുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പൊ അത് പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കുമല്ലോ. പക്ഷെ പരീക്ഷയ്ക്ക് കുട്ടി വളരെ കറക്റ്റായിട്ട് എഴുതും, നല്ല മാർക്കും ഉണ്ടാവും. അപ്പൊ അതിന് റൂബ്രിക് ഫിയറിൽ മിസ്റ്റേക്സ് ഓഫ് മേക്കിംഗ്, എന്തെങ്കിലും തെറ്റ് വരുമോ എന്നുള്ള ഒരു ആദ്യം ഇങ്ങനത്തെ ആൾക്കാർക്ക് വളരെ കൂടുതലായിരിക്കും. അതിനകത്ത് റൂബ്രിക് ഫിയർ ടോക്കിംഗ്, സേ സംതിങ് റോങ് ലെസ്റ്റ് ഹി ഷുഡ്. ആൻഡ് ദി തേർഡ് വൺ ആങ്സൈറ്റി, മിസ്റ്റേക്സ് അബൌട്ട്. ദാറ്റ്സ് റൂബ്രിക് ഇൻ കംപ്ലീറ്റ് റെപ്പർട്ടറി. ടെൻഷൻ വന്നാൽ വയറിൽ ഗ്യാസ് നിറയും, വയറിന് സ്തംഭനവും വരും. എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായാൽ അത് അപ്പം എൻ്റെ വയറിലറിയും, വയറിൽ കൂടി ഗ്യാസ് നിറഞ്ഞ് ആകെ സ്തംഭനമാവുന്നതാണ്. അപ്പൊ അതിന്റെ റൂബ്രിക് അബ്ഡോമൻ, ഡിസ്റ്റൻഷൻ, ആങ്സൈറ്റി വിത്ത്. അനദർ റൂബ്രിക് സ്റ്റൊമക് അൾസർ, ആങ്സൈറ്റി ഫ്രം. വയറ്റിൽ അൾസർ വന്നു, ടെൻഷൻസ്. സ്ഥിരമായിട്ട് സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് അൾസർ വരുന്നതിനാണ് നമ്മൾ പെപ്റ്റിക് അൾസർ വരുന്നതിനാണ് റൂബ്രിക് വർക്കൗട്ട് ചെയ്യുക. സ്റ്റൊമക് അൾസർ, ആങ്സൈറ്റി ഫ്രം. ദെൻ അനദർ റൂബ്രിക് ആങ്സൈറ്റി അബ്ഡോമൻ വിത്ത് ഡിസ്റ്റൻഷൻ ഓഫ്. ആങ്സൈറ്റി അബ്ഡോമൻ വിത്ത് ഡിസ്റ്റൻഷൻ ഓഫ്. തലവേദന ഉള്ളപ്പോൾ ഒരു ചെറിയ കാലടി ശബ്ദം പോലും അസഹ്യമാണ്. ചെറിയ ശബ്ദം പോലും കേട്ടാൽ തലവേദന കൂടുതലാവുന്നതാണ്. അതിന്റെ റൂബ്രിക് ഹെഡ് പെയിൻ, നോയ്സ് അഗ്രവേറ്റ്സ്, ഫുഡ് സ്റ്റെപ്സ്. അനദർ റൂബ്രിക് ഹിയറിംഗ് സെൻസിറ്റീവ്, ഹിയറിംഗ് ടു സൗണ്ട്, ഹെഡ് ഏക്ക് അഗ്രവേറ്റ്സ്. അത് മർഫിയിലാണ് ആ റൂബ്രിക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാലടി ശബ്ദം പോലും വളരെ അസഹ്യമായിരിക്കും തലവേദന ഉള്ള സമയത്ത്. അതിനാണ് നോയ്സ് ഫ്രം ലീസ്റ്റ്, അല്ലെങ്കിൽ ഹിയറിംഗ് സെൻസിറ്റീവ്, ഹിയറിംഗ് ടു സൗണ്ട്, ഹെഡ് ഏക്ക് ഡ്യൂറിങ്. എല്ലാ മാസവും ഡോക്ടറെ എൻ്റെ കുട്ടിക്ക് അപസ്മാരം വരുന്നു എന്നുള്ളതാണ്. എല്ലാ മാസവും അപസ്മാരം ഉണ്ടാവും. അപ്പൊ ജനറൽസിൽ കൺവൽഷൻ പീരിയോഡിക്കൽ. അനദർ റൂബ്രിക് ജനറൽസ് കൺവൽഷൻ എപ്പിലെപ്റ്റിക് പീരിയോഡിക്കൽ. രണ്ടിലും ഉണ്ട്, കൺവൽഷൻ പീരിയോഡിക്കൽ ഉണ്ട്, അതേപോലെ എപ്പിലെപ്റ്റിക് പീരിയോഡിക്കൽ എന്ന റൂബ്രിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. തലയിൽ ട്യൂമർ ഉള്ള കുട്ടിക്ക് അപസ്മാരം വരുന്നു. കുട്ടിക്ക് അപസ്മാരത്തിന് കാരണം തലയിൽ ട്യൂമർ ഉണ്ട് എന്നുള്ളതാണ്. ഹെഡില് ട്യൂമർ, ബ്രെയിൻ അക്കമ്പനീഡ് ബൈ കൺവൽഷൻ എന്നുള്ളതാണ്. ഹെഡ് ട്യൂമർ ഓഫ് ദി ബ്രെയിൻ അക്കമ്പനീഡ് ബൈ കൺവൽഷൻ. ലൈംഗിക ബന്ധത്തെ പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ പേഷ്യന്റ് ഇരുന്ന് കരയാൻ തുടങ്ങും. വീപ്പിംഗ്, ടെല്ലിംഗ് സെക്ഷൽ ലൈഫ് അബൌട്ട്. വീപ്പിംഗ്, ടെല്ലിംഗ് സെക്ഷൽ ലൈഫ് അബൌട്ട്. ഡോക്ടർ ഹൃദയമിടിപ്പ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്, അത് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് എനിക്കിങ്ങനെ കേൾക്കാം, അത് കാരണം എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ റൂബ്രിക് സ്ലീപ്ലെസ്നെസ്, സൗണ്ട് ഇൻ ദി ഹാർട്ട് ഫ്രം. സെക്കൻഡ് വൺ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് പാൽപിറ്റേഷൻ ബൈ. ആൻഡ് തേർഡ് വൺ ചെസ്റ്റ് പാൽപിറ്റേഷൻ ഓഫ് ദി ഹാർട്ട് ഓഡിയബിൾ. ചെസ്റ്റ് പാൽപിറ്റേഷൻ ഓഫ് ദി ഹാർട്ട് ഓഡിയബിൾ. ശരീരത്തെ പറ്റി വല്ലാത്ത ശ്രദ്ധയാണ്, ബോഡിയെ പറ്റിയിട്ട് വല്ലാത്തൊരു ശ്രദ്ധയുണ്ട്. അവയർനെസ് ഹൈറ്റൻഡ്, ബോഡി ഓഫ്. അവയർനെസ് ഹൈറ്റൻഡ്,
ബോഡി ഓഫ്. എൻ്റെ സ്വത്ത് മക്കൾ തട്ടിയെടുത്തത് ഞാൻ അറിഞ്ഞില്ല. അത് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. എൻ്റെ സ്വത്തൊക്കെ മക്കൾ തട്ടിയെടുത്തു എന്നുള്ളതാണ്. ഞാൻ വഞ്ചിക്കപ്പെട്ടു. അപ്പോൾ അതറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. ഗ്രീഫ്, ഡിസെപ്ഷൻ ഫ്രം. ദാറ്റ്സ് റൂബ്രിക് ഇൻ സിന്തസിസ് ആൻഡ് കംപ്ലീറ്റ്. ഗ്രീഫ്, ഡിസെപ്ഷൻ ഫ്രം. അയാൾ ഒരു സാമൂഹിക ബോധമുള്ള ആളാണ്, സാമൂഹിക ജീവിയാണെന്ന് പറയില്ല, സമൂഹത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യബിലിറ്റി എന്നാണ് അതിന്റെ റൂബ്രിക് വരുന്നത്. ഒരു സംശയം ബാക്കിയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ തര്യപ്പെടുത്താൻ, സംസാരിച്ച് ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് 2 റൂബ്രിക് ഉണ്ട്. ഒന്ന് സ്പീച്ച് കൺവിൻസിങ് എന്ന് പറഞ്ഞ സിന്തസിസിലെ റൂബ്രിക് ഉണ്ട്. കംപ്ലീറ്റിലാണെങ്കിൽ ടാക്ക് കൺവിൻസിങ് എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കഴിവുണ്ട്. ഒരു സംശയം പിന്നെ ബാക്കി ഉണ്ടാവില്ല. കൺവിൻസിങ് ആണ്. സ്പീച്ച് കൺവിൻസിങ് ഓർ ടാക്ക് കൺവിൻസിങ്. ദാറ്റ്സ് എ റൂബ്രിക്. ആർത്തവ വിരാമത്തിൽ, അതായത് മെനോപോസൽ പീരിയഡ് ആയി കഴിഞ്ഞപ്പോൾ ജനനേന്ദ്രിയത്തിൽ ചൊറിച്ചിൽ വല്ലാണ്ട് വരുന്നത് എന്നുള്ളത്. സിവിയർ ഇച്ചിങ്. സോ ഫീമെയിൽ ഇച്ചിങ് മെനോപോസ് ഡ്യൂറിങ്. ദാറ്റ്സ് റൂബ്രിക് ഇൻ മർഫീസ് റെപ്പർട്ടറി. സ്കിൻ ഇച്ചിങ് മെനോപോസ് ഡ്യൂറിങ്. ദാറ്റ് ഇസ് ഇൻ സിന്തസിസ് ആൻഡ് കംപ്ലീറ്റ് റെപ്പർട്ടറി. സ്കിൻ ഇച്ചിങ് മെനോപോസ് ഡ്യൂറിങ്. വീട്ടുജോലി ചെയ്യാൻ വല്ലാത്ത മടിയാണ്. മറ്റു കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല, വീട്ടിലെ ജോലി ചെയ്യാനാണ് ഒരു താല്പര്യമില്ലായ്മ. ലേസിനെസ്, അവേർഷൻ ടു ഹൗസ് ഹോൾഡ് വർക്ക് എന്നുള്ളതാണ്. അനദർ റൂബ്രിക്, ഹൗസ് കീപ്പിംഗ് അവേർഷൻ ടു. ലേസിനെസ്, അവേർഷൻ ടു ഹൗസ് ഹോൾഡ് വർക്ക് ആൻഡ് ഹൗസ് കീപ്പിംഗ് അവേർഷൻ ടു. ഡോക്ടറെ, കുട്ടികളില്ലാത്തതാണ് അവളുടെ എല്ലാ വിഷമങ്ങൾക്കും കാരണം. അവൾക്ക് എപ്പോഴും ഒരു കുട്ടിയെ വളർത്തണം എന്നുള്ള അടങ്ങാത്തൊരു ആഗ്രഹമാണ്. എന്ത് പറഞ്ഞാലും അവസാനം കുട്ടികളില്ലാത്തതിലെത്തും. അപ്പൊ അതിനുള്ള റൂബ്രിക് മൈൻഡിൽ ചൈൽഡ്ലെസ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. എയിൽമെന്റ്സ് ഫ്രം ബീയിങ്. കംപ്ലീറ്റിലാണ് ആ റൂബ്രിക് കൊടുത്തിരിക്കുന്നത്. ചൈൽഡ്ലെസ്, എയിൽമെന്റ്സ് ഫ്രം ബീയിങ്. ദെൻ ചിൽഡ്രൻ ഡിസൈർ ടു ഹാവ്, ടു ബിഗറ്റ്, ടു നർച്ചർ. സിന്തസിസിലാണ് ആ റൂബ്രിക് കൊടുത്തിരിക്കുന്നത്. കുട്ടിയെ വളർത്തണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹമാണ്. അത് മാത്രമേ അവൾക്ക് ആഗ്രഹമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവൾക്കൊരു വിഷയമല്ല എന്നുള്ളതാണ്. അച്ഛനും അമ്മയും എന്നും വഴക്കാണ്. അവര് സെപ്പറേറ്റ് ചെയ്യാൻ, അതായത് വേർപിരിയാൻ പോവുകയാണോ അല്ലെങ്കിൽ ഡൈവേഴ്സ് ആവാൻ പോവുകയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ അവർ ഒഴിവാക്കുമോ എന്ന പേടിയാണ് കുട്ടിക്ക്. അപ്പൊ കുട്ടിക്ക് വല്ലാത്ത പേടിയുണ്ട്. ഇനിയിപ്പോൾ അവര് സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ, അവർ ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും, എന്നെ അവർ ഒഴിവാക്കുമോ എന്നുള്ള ഒരു പേടിയാണ് കുട്ടിക്ക്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം? അപ്പൊ അതിൽ എയിൽമെന്റ്സ് ഫ്രം ഡിസ്കോർഡ് ബിറ്റ്വീൻ പാരന്റ്സ്. ദാറ്റ്സ് എ മെയിൻ റൂബ്രിക്. അച്ഛനും അമ്മയും എന്നും വഴക്കാളികളായ കുട്ടികൾക്ക് വരുന്ന കംപ്ലൈൻസിനാണ് എയിൽമെന്റ്സ് ഫ്രം ഡിസ്കോർഡ് ബിറ്റ്വീൻ പാരന്റ്സ്. ദെൻ ഫിയർ സെപ്പറേഷൻ പാരന്റ്സ് ഫ്രം. ദാറ്റ്സ് അനദർ റൂബ്രിക്. ദെൻ എയിൽമെന്റ്സ് ഫ്രം വാംത്ത് ആൻഡ് സെക്യൂരിറ്റി അറ്റ് ഹോം, ലാക്ക് ഓഫ് ചിൽഡ്രൻ ഇൻ. കുടുംബത്തില്, വീട്ടില് അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ സുരക്ഷിതത്വവും ചൂടും ലഭിക്കാതെ വളരുന്ന കുട്ടികൾ, അവർക്കാണ് എയിൽമെന്റ്സ് ഫ്രം വാംത്ത് ആൻഡ് സെക്യൂരിറ്റി അറ്റ് ഹോം, ലാക്ക് ഓഫ് എന്നുള്ള റൂബ്രിക് വർക്കൗട്ട് ചെയ്യാവുന്നത്. സംസാരത്തിൽ എന്തെങ്കിലും പിഴവ് വന്നു പോകുമോ എന്ന പേടിയാണ് എപ്പോഴും. സംസാരത്തിൽ എന്തെങ്കിലും പിഴവ് വന്നു പോകുമോ എന്ന പേടി. ഫിയർ ടോക്കിംഗ്, സേ സംതിങ് റോങ്, ലെസ് ഹി ഷുഡ്. ആൻഡ് ദി സെക്കൻഡ് റൂബ്രിക്, മിസ്റ്റേക്സ് മേക്കിംഗ് പെർസെപ്ഷൻ. മിസ്റ്റേക്സ് മേക്കിംഗ് പെർസെപ്ഷൻ. ആൾക്കാർ കൂടുതലുള്ള സ്ഥലത്ത് പോയാൽ തലകറക്കം വരുന്നു എന്നുള്ളതാണ്. ഒരു മരണ വീട്ടിൽ പോകാൻ വയ്യ, ഒരു കല്യാണത്തിന് പോകാൻ വയ്യ, ഒരു ഷോപ്പിങ്ങിന് പോകാൻ വയ്യ. ആൾക്കാർ കൂടുതലുള്ള സ്ഥലത്ത് എത്തിയാൽ അപ്പോൾ തലകറക്കം വരും. മൈൻഡിൽ കമ്പനി അവേർഷൻ ടു, ഡിസി, ഫെയിൻഡ് ഇൻ എ ക്രൗഡ് ഓർ വെർ മെനി ഗ്യാസ് ലൈറ്റ്സ് ആർ ബേണിംഗ്. നല്ല വെളിച്ചമൊക്കെ ഉള്ള ഉത്സവ പറമ്പിൽ പോയാൽ അപ്പോൾ തലകറക്കം വരും. അനദർ റൂബ്രിക്, ജനറൽസ് ഫെയിൻറ്റ്നെസ്, ക്രൗഡഡ് ഇൻ സ്ട്രീറ്റ് ഓർ റൂം. ക്രൗഡഡ് ആയിട്ടുള്ള സ്ട്രീറ്റിൽ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുള്ള റൂമിലൊക്കെ നിന്നാൽ അവർക്ക് തലകറക്കം വരും. So these are the 2 rubric in that case. ആൾക്കൂട്ടത്തിൽ പോയാൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വരുന്നത്. ജനറൽസിൽ റൂം ഫുൾ ഓഫ് പീപ്പിൾ അഗ്രവേറ്റ്സ്. കംപ്ലീറ്റിലാണെങ്കിൽ റൂംസ് ക്രൗഡഡ് അഗ്രവേറ്റ്സ് പറഞ്ഞിട്ട് റൂബ്രിക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമാവരുത് എന്ന അമിതമായ ചിന്തയാണ് എപ്പോഴും. അങ്ങനത്തെ കേസിൽ വർക്കൗട്ട് ചെയ്യേണ്ടത് ആങ്സൈറ്റി, കോൺസെൻഷ്യസ് ആങ്സൈറ്റി ട്രൈഫിൾസ് അബൌട്ട്. ആൻഡ് ദി സെക്കൻഡ് റൂബ്രിക്, ഫിയർ ബർഡൻ ഓഫ്. മറ്റുള്ളവർക്ക് ഒരു ഭാരമായി പോകുക എന്നുള്ളൊരു പേടിയാണ്.
കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. എൻ്റെ അച്ഛനാണെങ്കിൽ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പം അച്ഛന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അച്ഛനെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വല്ലാത്ത വിഷമവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അച്ഛനൊരു കുറച്ച് കാശ് കൊണ്ടുകൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ നന്നായിട്ട് പഠിച്ചതൊക്കെയാണ്, പക്ഷെ ഭർത്താവ് ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ളത്. അപ്പം അതിൽ വല്ലാത്ത വിഷമമാണ് അവർക്ക്. ഗ്രീഫ്, ഡ്യൂട്ടി ഫ്രം നെഗ്ലക്റ്റഡ്. ഡ്യൂട്ടി ഫ്രം നെഗ്ലക്റ്റഡ്. ഡെലൂഷൻ, നെഗ്ലക്റ്റഡ് ഡ്യൂട്ടി ഷീസ്. ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള വല്ലാത്തൊരു വേദന. ദെൻ ആങ്സൈറ്റി, ഡ്യൂട്ടി ആസ് ഇഫ് ഹി ഹാഡ് നോട്ട് ഡൺ. ഈ 3 റൂബ്രിക്കുകളാണ് ഈ കേസിൽ വരാവുന്നത്. തിരക്കുള്ള സ്ഥലത്ത് അവൻ മറ്റുള്ളവരെ തട്ടി മാറ്റിയേ നടക്കുള്ളൂ. എല്ലാവർക്കും ഓരോ അടി കൊടുക്കും. അപ്പോൾ അതിൽ ഒഡാസിറ്റി, കിക്സ് ഫോർ എന്ന് പറഞ്ഞ റൂബ്രിക്ക് കംപ്ലീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പുഷ് അതേഴ്സ്, ഡിസയർ ടു. ദാറ്റ് റൂബ്രിക്ക് ആൾസോ ഇൻ കംപ്ലീറ്റ് റെപ്പർട്ടറി. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അത് ചെയ്യണ്ട എന്നുള്ള തോന്നൽ എന്നെ പിന്നോട്ട് വലിക്കണം. എല്ലാ കാര്യത്തിലും എങ്ങനെയാണ്, എന്തെങ്കിലും ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചിറങ്ങുമ്പോൾ അത് ചെയ്യണ്ട എന്ന് എനിക്ക് വേറൊരു ചിന്ത വരും, അതെന്നെ പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ്. വിൽ, ടു, ആസ് ഇഫ് ഹി ഹാസ് ടു, one commanding to do what others forbid. നമ്മുടെ കെന്റിന്റെ റെപ്പർട്ടറിയിലുള്ള റൂബ്രിക്കാണത്. ആൻഡ് ദി സെക്കൻഡ് റൂബ്രിക് കോൺഫിഡൻസ് ആൾട്ടർനേറ്റിംഗ് വിത്ത് ടിമിഡിറ്റി. കോൺഫിഡൻസ് ഉണ്ട് ആൾട്ടർനേറ്റിംഗ് വിത്ത് ടിമിഡിറ്റി. ആൻഡ് തേർഡ് വൺ തോട്ട്സ്, ടു ട്രെയിൻ ഓഫ് തോട്ട്സ്. തോട്ട്സ്, ടു ട്രെയിൻ ഓഫ് തോട്ട്സ്. മറ്റുള്ളവരെ വെറുതെ പേടിപ്പിക്കലാണ് അവന്റെ ഹോബി. മറ്റുള്ളവരെ ഒന്ന് പേടിപ്പിക്കുക എന്നുള്ളത് അവന്റെ ഒരു ഇഷ്ടവിനോദമാണ്. ഫ്രൈറ്റൻ അതേഴ്സ്, ഡിസയർ ടു കംപ്ലീറ്റിലാണ്. ദെൻ ത്രട്ടനിങ് അതേഴ്സ്. ആർത്തവത്തിന്റെ സമയത്ത് വേദന കാരണം കരഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ഡോക്ടറെ, മെൻസസ് ആയി കഴിഞ്ഞാൽ കരഞ്ഞു പോകും ഞാൻ. ഫീമെയിൽ എന്നുള്ള ചാപ്റ്ററിൽ പെയിൻ, യൂട്രസ്, മെൻസസ് ഡ്യൂറിങ്, ക്രൈ ഔട്ട് കമ്പൽസ് ഹെർ. ആൻഡ് സെക്കൻഡ് റൂബ്രിക് ലാമെന്റിങ് മെൻസസ് ഡ്യൂറിങ്. തേർഡ് റൂബ്രിക് ഷ്രീക്കിംഗ് മെൻസസ് ഡ്യൂറിങ്. ഈ 3 റൂബ്രിക്കുകളാണ് അതിൽ കൺസിഡർ ചെയ്യാവുന്നത്. ഡോക്ടർ അവൻ പഠനത്തിൽ വളരെ പിന്നിലാണ്, പക്ഷെ റിപ്പയർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ അവൻ വളരെ മിടുക്കനാണ്. ഒരു കേടുവന്ന സാധനം അവൻ്റെ കയ്യിൽ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ടോയ് കേട് വന്നാൽ അത് നന്നാക്കാനൊക്കെ അവൻ അറിയാം. അങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ അവൻ വളരെ ഉഷാറാണ്. പക്ഷെ പഠനത്തിൽ അവന് പിന്നോക്കമാണെന്നാണ് പരാതി. അപ്പോൾ അതിന് വർക്ക്, ഡിസയർ, മെക്കാനിക്കൽ കംപ്ലീറ്റിലുള്ള റൂബ്രിക്കാണ്. സിന്തസിസിലാണെങ്കിൽ ഹാൻഡി മാൻ എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് ഉണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം റിപ്പയർ വർക്കുകളും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഹാൻഡി മാൻ എന്നുള്ള റൂബ്രിക് വർക്കൗട്ട് ചെയ്യുക. അതേപോലെ വർക്ക്, ഡിസയർ, മെക്കാനിക്കൽ എന്നാണ് കംപ്ലീറ്റിൽ റൂബ്രിക് കൊടുത്തിരിക്കുന്നത്. ഡോക്ടറെ, പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും എനിക്ക് മൂത്രക്കടച്ചിൽ വരുമെന്നുള്ളതാണ്. പുളി ഉള്ള എന്ത് സാധനം കഴിച്ചാലും മൂത്രക്കടച്ചിൽ വരും. യൂറിനറി ഓർഗാൻസ്, ഫ്രൂട്ട്സ്, സവർ അഗ്രവേറ്റ്സ്. Then urination frequent, acid, sour food from. That's rubric in complete repertory. ഡോക്ടറെ, ഭർത്താവ് എന്നെ വല്ലാണ്ട് അവഗണിക്കുകയാണ്. ആ ഒരു തോന്നൽ അവർക്ക് വല്ലാണ്ട് ഉണ്ട്. ഡെലൂഷൻ, നെഗ്ലക്റ്റഡ്. ഹി ഓർ ഷീ ഈസ് നെഗ്ലക്റ്റഡ്. ഹസ്ബൻഡ് ബൈ ഹെർ. ഭർത്താവ് എന്നെ വല്ലാണ്ട് അവഗണിക്കുകയാണ്, അല്ലെങ്കിൽ ഒഴിവാക്കുകയാണ്. ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് എൻ്റെ മകൻ മറ്റു കുട്ടികളെ ഉപദ്രവിക്കും. മറ്റു പാരൻസ് ഒന്നും നോക്കാനില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവൻ പോയിട്ട് ഒരു നുള്ളു കൊടുക്കും, ഒരു പിച്ചു കൊടുക്കും. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് മൈൻഡിൽ സ്ട്രൈക്കിംഗ് ചിൽഡ്രൻ അതർ വെൻ നോട്ട് ഒബ്സർവ്. വെൻ അതേഴ്സ് ആർ നോട്ട് ഒബ്സർവിങ് ഹി വിൽ സ്ട്രൈക്ക് അതേഴ്സ്. സോ മൈൻഡിൽ സ്ട്രൈക്കിംഗ് ചിൽഡ്രൻ അതേഴ്സ് വെൻ നോട്ട് ഒബ്സർവ്ഡ്. അവൾ എല്ലാ ജോലിയും നന്നായിട്ട് ചെയ്യും ഡോക്ടറിന്റെ വീട്ടിൽ, പക്ഷെ അവളൊരു സ്നേഹം പ്രകടിപ്പിക്കുകയൊന്നുമില്ല. അതേപോലെ അവൾക്ക് എന്ത് വിഷയം ഉണ്ടായാലും, കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവൾക്ക് ഒരു കുലുക്കവും ഇല്ല എന്നുള്ളതാണ്. എല്ലാ ജോലിയൊക്കെ അവൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ഒരു എക്സ്പ്രസ് ചെയ്യൂല സ്നേഹമൊന്നും. ഇൻഡിഫറൻസ്, ലൗഡ് വൺസ് ടു. ഇൻഡിഫറൻസ്, ലൗഡ് വൺസ് ടു എന്നുള്ളതാണ് അതിൽ റൂബ്രിക് വരുന്നത്. അതേപോലെ ലവ് ചിൽഡ്രൻ ഫോർ ഡോട്ടർ, ഫോർ ലിമിറ്റഡ് ഇൻ എക്സ്പ്രഷൻ ഓഫ് ഇറ്റ്. കുട്ടികളോട് മോളോട് നല്ല സ്നേഹമുണ്ട്, ബട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ലിമിറ്റഡ് എക്സ്പ്രഷൻ ഓഫ് ഇറ്റ്. ആൻഡ് ദി തേർഡ് റൂബ്രിക് ഇൻഡിഫറൻസ്, ഡിയറസ്റ്റ് ഫ്രണ്ട്സ് ഈവൻ ടുവേർഡ്സ്. Indifference, dearest friends even towards. That's a rubric in that case.
മരിച്ചു കഴിഞ്ഞിട്ട് പോലും അയാളോടുള്ള ദേഷ്യം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നുള്ള. അയാൾ മരിച്ചു പോയി, പക്ഷെ എന്നാലും ആ പക ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ്. ഹാട്രഡ്, റിവെഞ്ച്ഫുൾ ആൻഡ് ഹാട്രഡ്. ഹാട്രഡിന്റെ സബ് റൂബ്രിക് ആയിട്ട് റിവെഞ്ച്ഫുൾ ആൻഡ് ഹാട്രഡ്. ഹാട്രഡ് എന്ന് പറയുമ്പോൾ ഒരു അടങ്ങാത്ത വെറുപ്പ്, പകയാണ്. റിവെഞ്ച്ഫുൾ എന്ന് പറയുമ്പോൾ പക എന്നുള്ളതാണ്. അവൾക്ക് എപ്പോഴും ലൈംഗിക കാര്യത്തെ പറ്റി മാത്രമാണ് ചിന്ത എന്നുള്ളതാണ്. ഏത് സമയത്തും അതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഹാബിറ്റ്. അമോറോസ് എന്നുള്ളതാണ് അതിന്റെ റൂബ്രിക്. എപ്പോഴും ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പ്രകൃതമുള്ള ആൾക്കാർ, അമോറോസ്. ദെൻ തോട്ട്സ്, സെക്ഷൽ ഡേ ആൻഡ് നൈറ്റ്. രാവും പകലും അതിനെ പറ്റിയുള്ള വിഷയം, അതിനെ പറ്റിയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ആൻഡ് തേർഡ് റൂബ്രിക് തോട്ട് പെർസിസ്റ്റന്റ് അമോറോസ്. കംപ്ലീറ്റിലാണ് ആ മൂന്നാമത്തെ റൂബ്രിക് കൊടുത്തിരിക്കുന്നത്. അയാള് പലതരത്തിലുള്ള മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു ആളാണ്. ഡ്രഗ് അഡിക്റ്റ് ആണ്. ഡ്രഗ് അഡിക്ഷൻ, മോർഫിനിസം, അതാണ് കംപ്ലീറ്റിലെ റൂബ്രിക്. അഡിക്ഷൻ ടെൻഡൻസി ടു എന്ന് പറഞ്ഞിട്ട് സിന്തസിസിലെ റൂബ്രിക് ഉണ്ട്. അതേപോലെ ഡ്രഗ് ഡിസയർ, അഡിക്ഷൻ ടെൻഡൻസി ടു ആൻഡ് ഡ്രഗ് അഡിക്ഷൻ, മോർഫിനിസം. പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനും അഭിമുഖീകരിക്കാനും വളരെ പേടിയാണ്. റൂട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പുതുതായിട്ടൊന്നും ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അഭിമുഖീകരിക്കാൻ പേടിയാണ് അവർക്ക്. ഫിയർ അണ്ടർടേക്സ് എനിത്തിങ് ന്യൂ. ദാറ്റ്സ് റൂബ്രിക് ഇൻകംപ്ലീറ്റ്. ദെൻ സിന്തസിസിലാണെങ്കിൽ ഫിയർ ന്യൂ സിറ്റുവേഷൻ, അതേപോലെ ഫിയർ ന്യൂ എന്റർപ്രൈസ് ഓഫ് അണ്ടർടേക്കിംഗ്. ഇങ്ങനെയുള്ള 3 റൂബ്രിക്കുകളാണ് ആ കേസിൽ വരുന്നത്. ഡോക്ടറെ, അസുഖം വരുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് ഉറക്കം കിട്ടൂല എന്നുള്ളതാണ്. അപ്പം പനിയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ തലേ ദിവസം മുതൽ ഉറക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സ്ലീപ്ലെസ്നെസ്, കംപ്ലൈൻറ്റ്സ് ബിഫോർ അതർ കംപ്ലൈൻറ്റ്സ് ഡെവലപ്സ്. ദാറ്റ്സ് റൂബ്രിക്. ബിഫോർ എനി കംപ്ലൈൻറ്റ്സ് ഡെവലപ്പ് you have sleeplessness. That's a rubric in complete repertory. ചൂട് കാലത്തും അയാൾ കട്ടിയുള്ള കമ്പിളി വസ്ത്രങ്ങളാണ് ധരിക്കുക എന്നുള്ളതാണ്. നല്ല ചൂടായിരിക്കും, എന്നാലും അയാൾ പൊതിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇപ്പൊ ജനറാലിറ്റീസ്, കോൾഡ്നെസ്, ലാക്ക് ഓഫ് വൈറ്റൽ ഹീറ്റ്, സമ്മർ ഇൻ, വിയറിംഗ് an overcoat. Wearing an overcoat even in summer because of the lack of vital heat. That's a rubric in complete repertory. അതേപോലെ ഫർ റാപ്പിഡ് അപ്പ് ഇൻ സമ്മർ എന്ന് പറഞ്ഞിട്ട് വേറൊരു റൂബ്രിക്കും കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് എപ്പോഴും ഏമ്പക്കമാണ്. സ്റ്റൊമക്കിൽ ഇറക്ടേഷൻ കോൺസ്റ്റന്റ്. സിന്തസിസിലും കംപ്ലീറ്റിലും കൊടുത്തിരിക്കുന്ന റൂബ്രിക് അതാണ്, ഇറക്ടേഷൻ കോൺസ്റ്റന്റ്. നിരവധി തവണ മൂത്രം ഒഴിക്കാൻ എണീക്കുന്നത് കാരണം ഉറക്കം ശരിയാവുന്നില്ല. പ്രോസ്റ്റാറ്റിക് കംപ്ലൈന്റിൽ പേഷ്യൻസ് പറയുന്നൊരു പ്രശ്നമാണ്. ഒരുപാട് തവണ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് എണീക്കേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് ഉറക്കം ശരിയാവണില്ല എന്നുള്ളതാണ്. അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് റൂബ്രിക്സ് നമുക്കുണ്ട്. സ്ലീപ്പിൽ ഡിസ്റ്റർബ്ഡ്, യൂറിനേഷൻ ഫ്രം ഫ്രീക്വന്റ്. സ്ലീപ്പ്, സ്ലീപ്ലെസ്നെസ്, യൂറിനേഷൻ, അർജിങ് ടു യൂറിനേറ്റ് വിത്ത്. സ്ലീപ്പ് ഇന്ററപ്റ്റഡ്, യൂറിനേറ്റ് വിത്ത് ഡിസയർ ടു. ആൻഡ് സ്ലീപ്പ് വേക്കിംഗ്, യൂറിനേറ്റ് വിത്ത് ഡിസയർ ടു. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് റൂബ്രിക്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന പല മെഡിസിൻസും പ്രോസ്റ്റേറ്റിൽ ആക്ഷനുള്ള മെഡിസിൻസും കൂടിയാണ്. ഡോക്ടറെ, ചെറിയ ജോലി എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് വല്ലാണ്ട് വേർക്കുന്നു. കുറച്ചൊന്ന് നടന്നാൽ അല്ലെങ്കിൽ 2 പുസ്തകം എടുത്തിട്ട് അപ്പുറത്തേക്ക് വെച്ചാൽ തന്നെ മതി, അപ്പോഴേക്കും എനിക്ക് വേർക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ റൂബ്രിക് പെർസ്പിറേഷൻ, എക്സേഷൻ ഫ്രം സ്ലൈറ്റസ്റ്റ്. പെർസ്പിറേഷൻ, എക്സേഷൻ ഫ്രം സ്ലൈറ്റസ്റ്റ്. ശരീരം ഇളകി ജോലിയൊന്നും ചെയ്യാത്തതിനാൽ ദഹനം ഡോക്ടർ തീരെ ശരിയാവണില്ല എന്നുള്ളതാണ്. ബോഡി മൂവ്മെന്റ് വളരെ കുറവാണ്. ഒരു ഓഫീസിൽ ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യണം, അത് കാരണം ദഹനം ശരിയാവണില്ല. സ്റ്റൊമക്ക് ഇൻഡൈജഷൻ, സെഡൻറ്ററി ലൈഫ് ഫ്രം. അനദർ റൂബ്രിക് സ്ലോ ഡൈജഷൻ, സെഡൻറ്ററി ലൈഫ്. ആൻഡ് കംപ്ലീറ്റിലാണെങ്കിൽ ഇൻഡൈജഷൻ, സെഡൻറ്ററി ഹാബിറ്റ്സ് അഗ്രവേറ്റ്സ്. ഈ റൂബ്രിക്കുകളൊക്കെയാണ് നമുക്കതിൽ കൺസിഡർ ചെയ്യാവുന്നത്. ഡോക്ടർ, ഉറക്കത്തിൽ അസഹ്യമായ പനിയാണ്, മറ്റ് സമയങ്ങളിലൊന്നുമില്ല. ഉറക്കത്തിൽ ഭയങ്കര ബേണിംഗ് ഫീവർ ആയിരിക്കും, അല്ലാത്ത സമയത്തൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഫീവർ, ബേണിംഗ് ഹീറ്റ്, സ്ലീപ്പ് ഡ്യൂറിങ്. Another rubric, fever, sleep, heat comes on during, and heat, dry heat, sleep during. അങ്ങനെയുള്ള 3 റൂബ്രിക്കാണ് അതിൽ വരുന്നത്. ഫീവർ, ബേണിംഗ് ഹീറ്റ്, സ്ലീപ്പ് ഡ്യൂറിങ്. ദെൻ ഫീവറിൽ സ്ലീപ്പ്, ഹീറ്റ് കംസ് ഓൺ ഡ്യൂറിങ് സ്ലീപ്പ്. ആൻഡ് തേർഡ് വൺ, ഹീറ്റ്, ഡ്രൈ ഹീറ്റ്, സ്ലീപ്പ് ഡ്യൂറിങ്. ഡോക്ടർ, ചുമക്കുമ്പം ചെസ്റ്റിന്റെ പിൻഭാഗത്ത് അല്ലെങ്കിൽ സൈഡിൽ പിടിക്കണം. സാധാരണ നമ്മൾ ചെസ്റ്റിന്റെ മുൻഭാഗം പിടിക്കുക അല്ലെങ്കിൽ തല പിടിക്കുക എന്നൊക്കെയാണല്ലോ പറയുക ചുമക്കുന്ന സമയത്ത്. പക്ഷേ ഈ കേസിൽ ചെസ്റ്റിന്റെ പിൻഭാഗം അല്ലെങ്കിൽ സൈഡ് പിടിക്കണം എന്നുള്ളതാണ് പേഷ്യന്റ് പറയുന്നത്.
ബാക്കിൽ ഹോൾഡിംഗ് സൈഡ്സ് ഡ്യൂറിങ് കഫ്. ദാറ്റ് rubric is there in complete repertory. ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം തലച്ചോറിൽ പഴുപ്പ് വന്ന് അപസ്മാരമുണ്ടായി. സാധാരണ മീസിൽസിനാണ് അങ്ങനെ വരിക, പക്ഷെ ചിക്കൻ ബോക്സ് വന്നൊരു കേസിൽ റീസെന്റ് ആയിട്ട് ഞങ്ങൾക്ക് വന്നൊരു കേസാണത്. സ്കിൻ ഇറപ്ഷൻ, ചിക്കൻ ബോക്സ്, വെരിസെല്ല, ബ്രെയിൻ കംപ്ലൈൻസ് വിത്ത്. ദാറ്റ്സ് rubric. സ്കിൻ ഇറപ്ഷൻ, ചിക്കൻ ബോക്സ്, വെരിസെല്ല, ബ്രെയിൻസ് കംപ്ലൈന്റ് വിത്ത്. ഒരു വ്യക്തിയിൽ ഒരു ചെറിയ തെറ്റ് കണ്ടാൽ വരെ എനിക്ക് അയാളോട് വല്ലാത്ത വെറുപ്പാണ് എന്നുള്ളതാണ്. പിന്നെ മനസ്സിൽ നിന്ന് വെറുപ്പ് മാറില്ല. മൈൻഡിലെ ഹേട്രഡ്, ബിറ്റർ ഫീലിംഗ് ഫോർ സ്ലൈറ്റ് ഒഫൻസസ്. ഹേട്രഡ്, ബിറ്റർ ഫീലിംഗ് ഫോർ സ്ലൈറ്റ് ഒഫൻസസ് ഹാസ്. ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഡോക്ടറെ മനസ്സിനൊരു തൃപ്തി ഇല്ല എന്നുള്ളതാണ്. ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ചെയ്യുന്ന ജോലിയിൽ ഒരു തൃപ്തി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിൽ മൈൻഡ് ഇൻഡസ്ട്രിയസ്, മാനിയ ഫോർ വർക്ക്, സാറ്റിസ്ഫാക്ഷൻ വിത്തൗട്ട്. ഇൻഡസ്ട്രിയസ്, മാനിയ ഫോർ വർക്ക്, ബട്ട് സാറ്റിസ്ഫാക്ഷൻ വിത്തൗട്ട്. ഏത് സ്ത്രീയെ കണ്ടാലും ലൈംഗികപരമായി മാത്രമേ വിലയിരുത്താൻ പറ്റുന്നുള്ളൂ. അതായത് ലൈംഗികപരമായിട്ടുള്ള ഒരു കണ്ണിലൂടെ മാത്രമേ എല്ലാ സ്ത്രീകളെയും എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. മൈൻഡിലെ തോട്ട്സ്, സെക്ഷൽ, വുമൺ ഹി സീസ് സെക്ഷൽ തോട്ട് അറ്റ് എവരി. എല്ലാ സമയത്തും ഏത് സ്ത്രീകളെ കണ്ടാലും ലൈംഗികപരമായിട്ടുള്ള ചിന്തകളെ അവന്റെ മനസ്സിൽ വരുള്ളൂ. എന്തെങ്കിലും കാരണമുണ്ടായാലും അന്ന് പിന്നെ ഉറക്കം കിട്ടണില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ അന്ന് ഉറക്കം കിട്ടുന്നില്ല. സ്ലീപ്പ്, സ്ലീപ്ലെസ്നെസ്, കംപ്ലൈൻസ് കോസിങ് സ്ലീപ്ലെസ്നെസ്. കംപ്ലൈൻസ് കോസിങ് സ്ലീപ്ലെസ്നെസ്. കക്ക കഴിച്ചാൽ റിയാക്ഷൻ വരുന്നു. കല്ലുമക്കായ, കക്ക അല്ലെങ്കിൽ ഷെൽഫിഷ് കഴിച്ചാൽ റിയാക്ഷൻ വരുന്നു. സ്കിൻ ഇറപ്ഷൻ, അർട്ടിക്കേരിയ, ഷെൽഫിഷ്. ദാറ്റ്സ് എ rubric in that case. ടെൻഷൻ വന്നാൽ അല്ലെങ്കിൽ പരീക്ഷാ സമയമായാൽ ശരീരത്തിൽ വേദനയുള്ള നല്ല പഴുപ്പുള്ള കുരുക്കൾ അല്ലെങ്കിൽ ആബ്സസ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് പരാതി. പരീക്ഷ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ടെൻഷൻ മാറിയാലോ അത് താനെ സുഖപ്പെടുകയും ചെയ്യും. എന്ത് ടെൻഷൻ വന്നാലും, ഉദാഹരണമായിട്ട് പരീക്ഷാ സമയത്താണ് കുട്ടിക്ക് അത് കൂടുതലും വരുന്നത്, പഴുപ്പുള്ള കുരുക്കൾ ഉണ്ടാവുന്നുണ്ട്. പരീക്ഷ കഴിഞ്ഞാൽ അത് താനെ സുഖപ്പെടുകയും ചെയ്യും. ആങ്സൈറ്റി ഇറപ്ഷൻ before appearance. That's one rubric. Then mental symptoms accompanied by physical symptoms. Second rubric. And the third one, face eruption, tension with. ഈ റൂബ്രിക്കാണ്, ഈ 3 റൂബ്രിക്കുകളാണ് ഈ കേസിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ക്ലീൻ ഷേവ് ചെയ്തിട്ടില്ലെങ്കിൽ താടിയിൽ എപ്പോഴും താരൻ വരും, ഒരു വെളുത്ത പൗഡർ വരും, തൊലി വരണ്ടാലും ചൊറിച്ചിൽ വരും. അതിനാൽ എപ്പോഴും ക്രീം പുരട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലീൻ ഷേവ് ആണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ മുടി വന്നു കഴിഞ്ഞാൽ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിൽ വരും, സ്കിന്ന് ഡ്രൈ ആവും, താരൻ ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ എപ്പോഴും അയാൾ ക്രീം പുരട്ടിക്കൊണ്ടിരിക്കുന്നു. ഫേസ് ഡാൻഡ്രഫ്, വിസ്കേഴ്സ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. അതേപോലെ സ്കിൻ ഇറപ്ഷൻ, ഹെയറി പാർട്സ്, ഹെയർ അപ്പിയർ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇറപ്ഷൻസ് വരുന്നു. സ്കിൻ ഇച്ചിങ്, ഹെയറി പാർട്സ്. അങ്ങനെ 3 റൂബ്രിക്കാണ് ഈ കേസിൽ നമുക്ക് പരിഗണിക്കാവുന്നത്. ഡോക്ടർ, ഒരു സങ്കടം വന്നാൽ പോലും കരയാൻ പറ്റുന്നില്ല. അച്ഛൻ മരിച്ചപ്പോൾ പോലും ഒരുതരം നിർവികാരതയായിരുന്നു. ഒന്ന് കരഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു കരയാൻ പോലും പറ്റുന്നില്ല. മനസ്സിൽ സങ്കടം വളരെ കൂടി വരികയാണ്. സാഡ്നെസ്, വീപ്പിംഗ് ഇമ്പോസിബിൾ. ദാറ്റ്സ് എ rubric incomplete. വീപ്പിംഗ് cannot weep though sad. ദാറ്റ്സ് എ rubric in synthesis repertory. സൈലന്റ് ഗ്രീഫ് ഒക്കെ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കണ്ടീഷനാണ്. സാഡ്നെസ്, വീപ്പിംഗ് ഇമ്പോസിബിൾ. വീപ്പിംഗ് cannot weep though sad. ഭർത്താവ് ഇൻഫെർട്ടിലിറ്റിക്ക്, കുട്ടികളില്ലാത്തതിന് ചികിത്സ എടുക്കാനൊന്നും തയ്യാറാവണില്ല എന്നുള്ളതാണ്. അതിനാൽ ഞാൻ ആശുപത്രിയിൽ പോകാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഞരമ്പ് തന്നെ മുറിച്ച് കളയും. അങ്ങനെ ആശുപത്രി വാസം ഉറപ്പാക്കും. അതിൻ്റെ കൂടെ ഭർത്താവിനെയും അവിടുത്തെ ഡോക്ടറെ കാണിക്കും. എങ്ങനെ നമുക്കത് വർക്കൗട്ട് ചെയ്യാം? അതിന് പറയാവുന്നത് മസോക്കിസം ആണ്. സെൽഫായിട്ട് ഇഞ്ചുറി വരുത്തിട്ട് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് മസോക്കിസം എന്നാണ് പറയുക. ആൻഡ് അനദർ rubric we can consider it as threatening. മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. കുട്ടികളില്ലാത്തതിന് സ്വയം കുറ്റപ്പെടുത്തുന്നത്. എനിക്ക് കുട്ടികളില്ലാണ്ടായിപ്പോയത് എൻ്റെ ഒരു കുഴപ്പമാണ്, അത് കാരണം എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. റിപ്രോച്ചസ് വൺ സെൽഫ്, സ്റ്റെറിലിറ്റി വിത്ത്. റിപ്രോച്ചസ് വൺ സെൽഫ്, സ്റ്റെറിലിറ്റി വിത്ത്. ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് അസുഖം കൂടി വരുന്നു, പൂർണ്ണമായിട്ടിട്ട് മാറിക്കിട്ടുന്നുമെന്നില്ല. ഡോക്ടറെ, ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് അസുഖം കൂടിക്കൂടി വരികയാണ്, പക്ഷെ ഒരു ക്യൂർ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മർഫിയുടെ റെപ്പർട്ടറിയിലാണ് അതിന് റൂബ്രിക് കൊടുത്തിരിക്കുന്നത്. ടോക്സിസിറ്റി, ഡ്രഗ്സ് ജനറൽ, ഹോമിയോപ്പത്തിക് റെമഡീസ്, റിയാക്ഷൻ ടു ഓർ ഓവർ സെൻസിറ്റീവ് ടു homeopathic remedies.
ഓവർ ആക്ട് വിത്തൗട്ട് ക്യൂറിങ്. മെഡിസിൻ കൊടുക്കുന്നതിനനുസരിച്ച് അസുഖം കൂടുക എന്നല്ലാണ്ട് അസുഖം കുറയുന്നില്ല എന്നുള്ളതാണ് അതിലെ കണ്ടീഷൻ. അത് മർഫിയുടെ റെപ്പർട്ടറിയിലാണ് ആ റൂബ്രിക്ക് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് റൂബ്രിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ രോഗികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ക്ലിനിക്കുകളിൽ അല്ലെങ്കിൽ IPയിൽ OPയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റെപ്പർട്ടറിയുടെ അല്ലെങ്കിൽ മെറ്റീരിയൽ മെഡിക്കയുടെ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ് ഇത്രയും എപ്പിസോഡുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ 11ാമത്തെ എപ്പിസോഡ് ഉടനെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതുതലമുറ ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ തുടങ്ങിയ ഈ പരമ്പരയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്നറിയുന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ് homeobook.com and also the Facebook page Homeopathy Homeobook. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും, അതിൽ നിങ്ങൾ ഉന്നയിക്കുന്ന സംശയങ്ങളാണ് മിക്കവാറും അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇങ്ങനെ ഈ റൂബ്രിക്കുകളുടെ അപഗ്രഥനം എന്ന പരമ്പരയുടെ 10ാമത്തെ എപ്പിസോഡ് നമ്മൾ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ടൈം ബീയിങ്. താങ്ക് യു.